Praise Lord, Pastor. Hello. Auntie, praise the Lord, praise. Hallelujah, hallelujah. Thank you, Lord. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയെ കടന്നു വന്ന ബാലശന്ധന ദിയന്തര റബശന്ധന ജുഡമന ഘടക ശന്തൽ ഖനാദര ജുഡവർദ്ധന രവന ശന്തൽ പ്രൗഢമന ഘടകസ്യ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആമേൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് തിരുവചനം പറയുന്നല്ലോ. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയിൽ ആശ്രയം വയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായം വയ്ക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുവാൻ മഹാദൈവം വീരനെ പോലെ ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നാട്ടെ കർത്താവേ. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരമുള്ള സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും ആകിയാൽ ഇന്ന് രാത്രി കർത്താവേ, ഈ ആരാധനയ്ക്കെതിരെ, ഉപവാസ പ്രാർത്ഥനയ്ക്കെതിരെ വ്യാപരിക്കുന്ന സകല ഇരുളിന്റെ പോരുകളെയും നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. അതിന്റെ മേൽ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകളുടെ ദൈവാത്മാവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. റഹബത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ കർത്താവേ, ആമേൻ, ആമേൻ. പ്രാരംഭം, ആ മാസത്തിന്റെ പ്രാരംഭ ദിവസങ്ങൾ നടക്കുന്ന ഉപവാസത്തിന്റെ 2ാമത്തെ രാത്രിയിലേക്ക് സ്വർഗം ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. അപ്പ ഇന്ന് രാത്രി കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മധ്യം വ്യാപരിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രി ജിജോ ബ്രദറെയും കുടുംബത്തെയും ഞങ്ങളുടെ മധ്യ ശക്തിയോട് ഉപയോഗിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ സ്തോത്രം ഒരുമിച്ച് ആരാധിപ്പാനും വചന ശുശ്രൂഷിപ്പാനും ഒക്കെ അനേക അവസരങ്ങൾ സ്വർഗം തന്നു. നീണ്ട നാളുകൾക്ക് ശേഷം തന്നെ ദാസിയെ കാണുവാനിട വന്നല്ലോ കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ശക്തിയോടെ കാനഡയുടെ പ്രദേശത്തിന്റെ ദാസിയെയും ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, ആമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന വെളിപ്പെട്ട് വരട്ടെ പരിശുദ്ധാത്മാവേ. അനേകർക്ക് വിടുതലായി, സൗഖ്യമായി, ആമേ, സ്തോത്രമായി, വിശ്വാസമായി ഇന്ന് രാത്രിയിൽ ഈ ആരാധന തീരുവരുന്നതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ, വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അശ്വിനി സിസ്റ്ററായി പ്രാർത്ഥിക്കുന്ന ദാസിയെ കർത്താവെ, ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു റേഞ്ചിൽ കർത്താവ് ഇന്ന് രാത്രി ഉപയോഗിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കടന്നു വരുവാനുള്ളവരെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗം അത്ഭുതങ്ങൾ ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവെ, തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നെറ്റ്വർക്കുകളെ എവിടെ നിന്ന് നിയന്ത്രിക്കണം കർത്താവെ, വോയിസിനെ എവിടെ നിന്ന് നിയന്ത്രിക്കണം കർത്താവെ. അല്ലെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടണം. ആമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ റഹബത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഈ മീറ്റിംഗിലേക്ക് എല്ലാവരെയും ഹാർദവമായി ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. ഡിസീസ് ഹോസി ലീലാമ സിസ്റ്റർ, ആമേൻ, സ്തോത്ര റോസമ്മ സിസ്റ്റർ, ജോയ്സി സിസ്റ്റർ, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ട വിശേഷാൽ. ആമേൻ. കർത്താവിന്റെ ദാസൻ ആമേ പ്രേസർ ജോജി പാസും ആമേ കർത്താവിന്റെ അഭിഷിക്യമാണ് ഇന്ന് രാത്രി. ആമേൻ. ആരാധനകൾ ലീഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആമേ സ്തോത്രം ഇന്ന് രാത്രി പ്രേസലോ അശ്വിനി സിസ്റ്റർ വചന ശുശ്രൂഷ നടത്തുന്നു. ഇന്ന് രാത്രി എല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ദാസനെയും അനുബി പാസ്റ്റർ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതുപോലെ ജ്യോതി പാസ്റ്റർ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ജോയ്സി സിസ്റ്റർ ആമേൻ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവ്വസ്വപിതാവേ, കർത്താവേ, ദിവസത്തിന്റെ സന്ധ്യാസമയത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിൽ രണ്ടാമതവരുടെ കൂടിയാലോടെ മധ്യത്തിലേക്ക് എഴുന്നള്ളാമെന്ന് വാസിതനായ കർത്താവ്. കർത്താവെ, ഞങ്ങൾ ഈ ചെറിയ കൂട്ടമായി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ് കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ദാസൻ തീരുമാനിച്ച പ്രകാരം കർത്താവെ ഓരോ മാസം നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി കടന്നു വരുവാൻ എന്റെ സ്വർഗത്തിൽ അർപ്പിച്ചു നിന്ന വലിയ അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റഹബോത്തിന്റെ നാഷണൽ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നടത്തി
നടത്തിക്കൊണ്ട് പോകുന്ന ഞങ്ങളുടെ ദേവദാസിനെ കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് 40 ദിവസമൊക്കെ ഉപവാസം ഇരിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും കർത്താവിന്റെ ദാസിനെ കുടുംബമായി കർത്താവ് നടത്തിയല്ലോ. അവർ ആവശ്യങ്ങളുടെ മധ്യത്തിലൊക്കെയും കർത്താവ് അത്ഭുതങ്ങളുടെ വഴിയെ തുറന്നു കൊടുത്ത സകല നന്മകളാൽ നിറച്ചു കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് സ്തോത്രം. ശുശ്രൂഷകളെയൊക്കെ ഒരുക്കി കൊടുക്കണ കഴിയ കർത്താവെ, കർത്താവ് നടത്തുന്ന സഭയെ അനുഗ്രഹിക്കണമേ. ആ ദേശത്ത് ആ സഭയെ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ദാസിനെ ദാസിയെ കുടുംബമായി കർത്താവെ എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ധനമായി കൊടുത്ത പിഞ്ചു പൈതങ്ങളെ രണ്ടുപേരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബാലാക്ഷിത ബാലവിടകളിൽ നിന്നൊക്കെയും കർത്താവ് വിട്ടുവെച്ച കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പൈതങ്ങളായി തീരുവാൻ കർത്താവെ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദേവദാസിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദേവദാസിനെ കർത്താവ് മാനിക്കണമേ. ഒഡീസയുടെ പ്രദേശത്ത് കർത്താവ് ഞങ്ങളുടെ നാമമായി ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ ദാസിന് അനുഗ്രഹമായി തീരുവാന്, അനേക ജനങ്ങൾക്ക് വിടുതലായി തീരുവാന് കർത്താവെ ഒഡീസയുടെ പ്രദേശത്ത് ഞങ്ങളുടെ ദാസിന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാന് കർത്താവെ ഞങ്ങളുടെ ദാസിനെ കുടുംബമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ. കുടുംബമായി മാനിക്കണമേ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ 3 പേരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ മധ്യത്തില് കർത്താവെ ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിറവേറുവാന് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ അനേക ദേശങ്ങളില് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി അനേകർക്ക് വിടുതൽ കാണുവാന്, അനേകർക്ക് വിടുതൽ പ്രാപിപ്പാന് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ നമ്മുടെ ദാസിന് വേണ്ടി കർത്താവ് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിക്കായി സ്തോത്രം. കർത്താവെ കർത്താവിന്റെ കൃപയിലെ ശുശ്രൂഷയെ മുന്നേറുവാന് നമ്മുടെ ദാസിനോടൊപ്പം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ മുന്നേറുവാന് നമ്മുടെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിക്കാട്ട് ആ ദേശത്ത് നമ്മുടെ ദാസിനെ കുടുംബമായി മാനിക്കണമേ. പ്രയാസങ്ങളുടെ മധ്യത്തില് കണ്ണുനീരിനെ മധ്യത്തിൽ കർത്താവ് നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ വഴിയെ തുറക്കുന്ന ദൈവമാണ്. സകല നന്മകളാലും നമ്മുടെ ദാസിനെ നിറച്ചാട്ട് ആവശ്യങ്ങളുടെ മധ്യത്തിലൊക്കെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദാസിനെ മാനിക്കണമേ, ബലപ്പെടുത്തണമേ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. കർത്താവ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ട കൃപയെ നമ്മുടെ ദാസിന് കൊടുക്കണമേ. ശുശ്രൂഷകളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം വൈകുന്നേരം കർത്താവെ ശുശ്രൂഷയുമായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ദാസിനെ കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കാനഡയുടെ പ്രദേശത്ത് കർത്താവെ ഞങ്ങളുടെ ദാസിനെ കുടുംബമായി മാനിക്കണമേ. നടത്തുന്ന സഭയെ കർത്താവ് അനുഗ്രഹിക്കണമേ. പുതുതായിട്ട് തുടങ്ങിയ സഭയാണല്ലോ കർത്താവ്. അനേക ദൈവജനങ്ങളെ അനേക ദൈവമക്കളെ കൂട്ടിക്കൊടുത്ത ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഒരുക്കി കൊടുത്തു കർത്താവ് മാനിക്കണമേ. ഇന്ന് വൈകുന്നേരം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ കേട്ട് ഞങ്ങൾക്ക് ആരാധിപ്പാന് സത്യത്തിലും ആത്മാവിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയില ഞങ്ങൾക്ക് ആരാധിപ്പാൻ കർത്താവ് സഹായിക്കണമേ. അതിനായി ഞങ്ങളുടെ ദാസിനെ കുടുംബമായി എടുത്ത് ഉപയോഗിക്കണമേ. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയിൽ നിർത്തണമേ. കടന്നു വന്നിരിക്കുന്ന അനേകർക്ക് വിടുതലായി തീരുവാന് ഈ സൂമിനിക്കാർക്ക് കർത്താവ് ഒരു അനുഗ്രഹമായി തീരുവാന് കർത്താവെ ഓൺലൈനിൽ ശ്രമിക്കുന്നവർക്ക് കർത്താവെ ഫേസ്ബുക്ക് വഴി യൂട്യൂബ് വഴിയൊക്കെ കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാന് അങ്ങനെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷമായി കടന്നു വന്ന് വരുന്ന ഞങ്ങളുടെ ദാസിയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷ കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ ദാസിയെ എടുത്ത് ഉപയോഗിക്കണമേ. അനേകർക്ക് വിടുതലിന്റെ ഒരു ശുശ്രൂഷയായി തീരുവാന് ഞങ്ങളുടെ ദാസിനെ കൂടി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ കേൾപ്പാന് ഞങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹമായി തീരുവാന് ഞങ്ങളുടെ നാമത്തിന് പ്രയോജനമായി തീരുവാന് ഞങ്ങളുടെ ദാസിയെ എടുത്ത് ഉപയോഗിക്കണമേ. ഈ കാലഘട്ടത്തില് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടത്തുവാന് ഞങ്ങളുടെ ദാസിയെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചാട്ട് ഐശ്വര്യോഗ്യം കൊടുക്കുന്ന ശുശ്രൂഷകൾ ബലപ്പെടുത്തിക്കാട്ട് ഈ മീറ്റിങ്ങിനോട് കർത്താവ് ആദ്യോടൊന്നും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അനേകരെ കൂട്ടി വരുത്തി കർത്താവിന്റെ കൃപയിൽ നിറച്ചാട്ട് കർത്താവിന്റെ കൃപയിൽ നിറച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. സ്വർഗ്ഗ പിതാവേ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. രാത്രി തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ ആരാധന ആമേൻ സ്തോത്രം ആരാധനയിൽ പങ്കാളികളാകുകയാണ്. തുടർന്ന് 8:35 വരെയുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസൻ ജോജി പാസ്റ്ററും കാനഡയിൽ നിന്ന് കർത്താവിന്റെ ദാസ് സിസ്റ്ററെയും സ്വാഗതം ചെയ്യുന്ന തുടർന്ന നിമിഷങ്ങളിൽ കടന്നു വന്ന ആരാധനയിൽ ലീഡ് ചെയ്താട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധനനായ ഏകാധിപതിയും രാജാതിരാജാവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആർക്കും കാണുവാൻ കഴിയാത്തവനും ഹല്ലേലൂയ. അൽഭയും ഒമേഗയും ആദിയും അന്തവും സർഗത്തിൻ്റെയും ഉൽപ്പത്തിയായിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ വേഗം വരുന്നവനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ
ഇന്ന് വൈകവേളയിൽ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന അനുഭവി പാസ്റ്റർ കർത്താവിനെ സ്തുതിക്കുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നത്. ഞങ്ങളെ ഓർത്ത് പ്രത്യേകാൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ പാസ്റ്ററെ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രികാലത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന ക്രിസ്തുവിൽ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ദീർഘവർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പരിചയവും ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും സഹായിച്ച പ്രിയ അനിൽ പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഓറീസയുടെ മണ്ണിൽ ഹല്ലേലൂയ ഹല്ലേലൂയ രാപ്പകലിൽ അധ്വാനിക്കുന്ന പ്രിയ ദേവദാസനെയും കുടുംബത്തെയും സ്നേഹവന്ദനം ചൊല്ലുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ച ഹല്ലേലൂയ പ്രിയ ജോസഫിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്ററുടെ പ്രൊഫൈൽ പിക്കിൽ കണ്ട പാസ്റ്ററെ എനിക്കറിയാം. ഹല്ലേലൂയ പ്രിയ ദേവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഗുജറാത്തിൽ ഞങ്ങളായിരുന്നപ്പോൾ ഹല്ലേലൂയ നേരിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പല മീറ്റിങ്ങുകളിൽ കാണുവാൻ ഹല്ലേലൂയ നമ്മുടെ പല മീറ്റിങ്ങുകളും ഹല്ലേലൂയ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്യുവാനും ദൈവാത്മാവ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന ഹല്ലേലൂയ ക്രിസ്തുവിൽ വിലയേറിയ ദൈവഭക്തന്മാർ, ഹല്ലേലൂയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സമയത്തിന് ചുരുക്കം കൊണ്ട് നമ്മൾ അത് വേഗത്തിൽ നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാൻ പോകും. ഈ ലോകത്ത് കാണുന്ന അനിഷ്ട സംഭവങ്ങൾ പ്രിയരെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളും ഉപവാസ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ, ജീവിതത്തിൽ എവിടെയെങ്കിലും കർത്താവിനെ വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. എന്നും കടന്നു വന്ന് അറ്റൻഡൻസ് തീർക്കുന്നത് പോലെ അല്ലെങ്കിൽ അനിൽ ബേബി പാസ്റ്ററെ കാണിക്കുവാനോ അനിൽ പാസ്റ്ററെ കാണിക്കുവാനോ അല്ല നമ്മുടെ ജീവിതമായി തീരേണ്ടത്. നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും എല്ലാം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്വർഗം നമ്മെ സന്തോഷിക്കുകയുള്ളൂ. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്ന് വൈകിവേള നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ കേട്ട അനേക സംഭവങ്ങളുണ്ട്. വയനാട്ടിൽ നടന്ന സംഭവം ഒരിക്കലും ജീവിതത്തിൽ മറക്കുവാൻ കഴിയാതെ ഒരു രാത്രി കിടന്നുറങ്ങിയവർ പകല് കാണാതെ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. ഹല്ലേലൂയ. എത്രയോ ഭവനങ്ങൾ നിരാശയുടെ ഭവനങ്ങളായി മാറിപ്പോയി. എത്രയോ ഭവനങ്ങളിൽ ഹല്ലേലൂയ വേദനകൾ, നിരാശകൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് അനേകരായപ്പോൾ അവിടെയെല്ലാം നമ്മളെ കാത്തു പരിപാലിച്ച ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. സന്തോഷത്തോടെ ഇന്ന് വൈകിവേള നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ക്രിസ്തുവിൽ ജനിച്ച ക്രിസ്തു വിശ്വാസിയായി ജീവിക്കുന്ന ഒരുവനൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവ് വരും, ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടും. ഇന്ന് രാത്രികാലം ആ പ്രത്യാശ നമ്മളെ ഭരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വൃഥാവാണ് പ്രിയരെ. നമ്മൾ ഓടിയതും അധ്വാനിച്ച് വൃഥാവായി തീരാതിരിക്കണമെങ്കിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, വരുവീൻ വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ഹല്ലേലൂയ ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലവും ആ കർത്തൃകാരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സമർപ്പണത്തോടെ ഇപ്രകാരം പാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്. ഹല്ലേലൂയ. യേശു എന്നടിസ്ഥാന ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ. എത്ര മധുരമാവേ നാമമെനിക്കു പാർത്താം, എത്ര മധുരമാവേ നാമമെനിക്കു പാർത്താം. ഓർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നു, ഓർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നു.
യേശു എന്നടിസ്ഥാന ആശയവനിലപ്പേ യേശു എന്നടിസ്ഥാന ആശയവനിലപ്പേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ ലോകമെനിക്കു വൈരി ലോകമെന്നെ ത്യജിച്ച ലോകമെനിക്കു വൈരി ലോകമെന്നെ ത്യജിച്ച ശോഭമുണ്ടെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ യേശു എന്നടിസ്ഥാന ആശയവനിലപ്പേ യേശു എന്നടിസ്ഥാന ആശയവനിലപ്പേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ 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 ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ എത്ര പേർക്ക് ഈ വൈകവേളയിൽ നമ്മുടെ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ പ്രാണനാഥന്റെ വരവ് താമസിച്ചതുകൊണ്ട് പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം ഒരു അവകാശം തന്നിരിക്കുക. ഹല്ലേലൂയ. ഈ അവസരം നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടിയതാണെന്ന് മാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസായ അപ്പോസ്തലൻ ഇപ്രകാരം പുതിയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞു, പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും വിശ്വസ്തയോടെ നമ്മളെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പ്രിയരെ, 2024 7 മാസം നമ്മളെ കടന്നുപോയി. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട മാസത്തിന്റെ രണ്ടാമത്തെ ദിവസം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞേ, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പുകഴുവാനും പ്രശംസിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ യാതൊന്നുമില്ല. ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന ആയുസ്, ദൈവം തന്നതല്ലാതെ ജീവിതത്തിൽ പറയുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞാട്ടെ, നാഥോ ഹല്ലേലൂയ. ജീവിതത്തിൽ എവിടേക്കോ ദൈവത്തെ വിട്ട് ഞാൻ മാറിപ്പോയി. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രിയരെ, ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതായി തീരട്ടെ എന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഒരുമിച്ച് പാടിയത് ഇപ്രകാരമാണ്: യേശുവിന്റെ അടിസ്ഥാനം, എന്റെ ആശ്രയം അവനിൽ മാത്രമാണ്. ഹല്ലേലൂയ. എത്ര മധുരം അവൻ! ഹല്ലേലൂയ. അവനെ രുചിച്ചറിഞ്ഞവർക്കാർക്കും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുവാൻ കഴിയില്ല. അതുകൊണ്ട് പൗലോസായ അപ്പോസ്തലൻ പ്രകാരം വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും ഈ രോഗത്തിനോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ഒന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രികാലവും പ്രിയരെ, ഉറപ്പോടെ നമുക്ക് എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കണ്ണുനീരല്ലേ ഇന്നത്തെ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ നിന്റെ കണ്ണുനീരാണ് നാളെയുടെ വിജയം എന്നറിയുക. ഹല്ലേലൂയ. ജീവിതത്തിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിരാശകൾ, കഷ്ടതകൾ പലതും ഒരുപക്ഷെ നോക്കിയാൽ കാണും.
പക്ഷെ അതിന്റെ മധ്യത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങളല്ല വലുത്, പ്രശ്നങ്ങളുടെ മുകളിലൂടെ കടന്നുപോയ ഒരു കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷിയും ഒരു ചിറക് കൊടിഞ്ഞു പോയത് കൊണ്ട് പ്രിയരെ പറക്കാതിരുന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മരണത്തെ പാതാളത്തെ ജയിച്ച് ഉയരത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് പോയതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവ് വരാറായി. അവൻ ജയാളിയാണ്, അവൻ ഉന്നതനാണ്, അവൻ സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. ഇന്നത്തെ നിന്റെ നിരാശകൾ, ഇന്നത്തെ ജീവിതമല്ല നാളെയുടെ നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. ഈ നാളത്തെ ഭാവി അറിയാവുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ശക്തി കൊണ്ട് നാളെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല പ്രിയരെ. ഈ വാസ പ്രാർത്ഥനയിൽ ആത്മാവിന്റെ പുതിയൊരു ബലം, ആത്മാവിന്റെ പുതിയൊരു ശക്തി എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേണമെന്ന് എത്ര പേർ ആഗ്രഹമുണ്ട്. അവർ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ആരാധനയിൽ ശക്തിയുടെ, ആരാധനയിൽ ബന്ധനങ്ങൾ അഴിയും, ആരാധനയിൽ കെട്ടുകൾ പൊട്ടും, ആരാധനയിൽ ഹല്ലേലൂയ നീ വിചാരിക്കാത്ത മേഖലകളിൽ കർത്താവിന്റെ പ്രവർത്തികൾ വെളിപ്പെടും പ്രിയരെ. അതുകൊണ്ട് ഒരുമിച്ച് കരങ്ങളെ തട്ടി രണ്ട് ഗാനങ്ങൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ പോവുകയാണ്. ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളെ തട്ടി ആത്മാവിൽ നമ്മുടെ പ്രാണനാഥനെന്ന് മഹത്വം കൊടുത്താട്. ഹല്ലേലൂയ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. ഓ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ദേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ ദൂരം നീടുക നൽകീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ദേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ ദൂരം നീടുക നൽകീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ഞാൻ ആ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിക്കാം. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിക്കാം. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തികളെ ഞാൻ ആ കൃപയാൽ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ.
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കും. അഭിഷേകം പകർന്നിടുക, പുതുശക്തി ആഗ്രഹത്തോടെ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ഞാൻ ആത്മയാൽ, അന്ധകാര ശക്തികളെ ഞാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ഞാൻ അന്ധകാര ശക്തികളെ ഞാൻ ആകുകയാ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീട്ടിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ഓ, നീട്ടിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിന്നകത്വത്തിൽ നീ എന്നിൽ കാത്തിടട്ടെ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിന്നകത്വത്തിൽ നീ എന്നിൽ കാത്തിടട്ടെ. അയലോകയും ഞങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. അയലോകയും ഞങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, ഹല്ലേലൂയ പോരാ ശക്തി. നീട്ടിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ഓ, നീട്ടിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. നാം തന്നരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനമൊരുക്കണമേ. നാം തന്നരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനമൊരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തിടണേ. അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തിടണേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, ഹല്ലേലൂയ പോരാ ശക്തി. നീട്ടിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ഓ, നീട്ടിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ
കാരണം പോരാശക്തി നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. ദിനംതോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനംതോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ഇടാരാജന ശുദ്ധരയാരഗതി ബലബാലവരം ശമനാജന ശുദ്ധരയാരഗതി ബാബാ ഇടാരാജന ശുദ്ധരയാരഗതി ഗമനാജന വൈഷമനാജന ശുദ്ധരയാരഗതി ബലബാലവരം ശമനാജന ൂടാരാജനീ ഗമനാജന വൈടാരാജന ശുദ്ധരയാരഗതി ബാബാവരം ശമനാജന. ആത്മസമയമാത്മാവിന്റെ ഭാവനെ ആരാധിച്ചാട്ട് ആരും കാഴ്ചക്കാരായതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസാന്നിധ്യം ഇതിൻ്റെ ഉള്ളിൽ ചലിക്കുന്നുണ്ട്. നമ്മെ അറിയുന്ന നമ്മെ കാണുന്ന ഒരു കർത്താവിന്റെ കണ്ണുകളുണ്ട്. രാത്രികാല ഭയത്തോട് അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ട് നമ്മൾ ഒരുമിച്ച് പാടിയതുപോലെ ആത്മാവിന്റെ ശക്തി എന്നെ മേൽ പകരണമേ കർത്താവേ. ക്ലേശം നിറയെ മരിയാത്രയിൽ നിന്നെ സ്തുതിച്ചാർക്കുവാനുള്ള ദൈവകൃപ നിരപകൽക്കാലം ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുകയാ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ പറന്നുയരും, കഴുകനെ പോലെ പറന്നുയരും. ഹല്ലേലൂയ. രാത്രികാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ പ്രിയരെ ആത്മാവിന്റെ പുതുബലം നമുക്ക് ആവശ്യമാണ്. ഈ വാസപ്രാർത്ഥനയിൽ പുതിയ ആത്മാവിന്റെ പകർച്ചകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുടെ മേൽ ചില വ്യക്തികളുടെ മേൽ ദൈവാത്മാവ് പകരപ്പെടുകയാ. ഹല്ലേലൂയ. മുട്ടോളം പോരെ കർത്താവേ, അരയോളം പോരാത നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ അവസ്ഥ ഹല്ലേലൂയ സാഹചര്യങ്ങള് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രി ദൈവാത്മാവ് ചില ഹൃദയങ്ങളെ തൊടുകയാ. ദൈവാത്മാവ് ചില രോഗികളെ സൗഖ്യമാക്കുക. അന്ധകാര മണ്ഡലം കഴിയ പൈശാചിക കോട്ടകൾ നസറേയനായ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുകയാ. ഹല്ലേലൂയ. ൂടാരാജന ദീഗമനാജന വിഷമനാജന സുന്ദരജാര ൂടാരാരാ ദീഗാനാന വീടാരാജ ശുദ്ധൻ മൂടര ദീഗമനാജന വിഷമനാജന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ആരാധിക്കുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ശബ്ദത്തെ പുറത്തുവിടുവാൻ കഴിയാതെ ദുഷ്ടപിശാച് ഒതുക്കിയ മേഖലകൾ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ പുഷ്ടി സകല മുഖങ്ങളും തകർക്കും. ദുഷ്ടപിശാച് നിനക്കും നിന്റെ കുടുംബത്തിനെതിരായി വെല്ലുവിളി ഉയർത്തിയ മേഖലകളുടെ മേൽ ഈ വാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ ജയം നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യം ചലിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ൂടാരാജന ദീഗമനാജനം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാത്രികാലം പ്രിയരെ ഉറപ്പോടെ ധൈര്യത്തോടെ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യദൈവം നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ വാനമേഘത്തിൽ കാഹള ശബ്ദം മുഴങ്ങും. ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവനോടെ ഇരിക്കുന്ന നാം അവനോടുകൂടെ എടുക്കപ്പെടുവാനിടയാകും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ഇപ്പോൾ എന്റെ കർത്താവിന്റെ കാഹള ശബ്ദം കേട്ടാൽ രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ അറിയുന്നില്ല. ഒന്ന് നമ്മുടെ മരണവും, ഒന്ന് കർത്താവിന്റെ വരവും. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കും പ്രിയരെ. ഇന്ന് രാത്രികാലം ആ തിരിച്ചറിവ് നമ്മളെ ഭരിച്ചാൽ നമ്മുടെ ആരാധനകൾക്ക് വ്യത്യാസം വരും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വ്യത്യാസം വരും, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് വ്യത്യാസം വരും. ദൈവത്തോടുള്ള സ്നേഹം നമ്മിൽ വർദ്ധിക്കും. നമ്മുടെ മീറ്റിങ്ങുകളൊന്നും പ്രിയരെ ചടങ്ങുകളായി തീരുവാൻ പാടില്ല. ഓരോ മീറ്റിങ്ങുകൾ ഓരോ ഇന്റർവ്യൂകളാ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന, നിത്യതയോട് നമ്മളെ അടുപ്പിക്കുന്ന മണിക്കൂറുകളായി തീരട്ടെ എന്ന് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആത്മാവിന്റെ പുതുബലം ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാല സമർപ്പണത്തോടെ നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥനിൽ നിന്ന് ഏർപ്പിച്ചു കൊടുത്താട്ട് ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് ആ ക്രൂശിലത ഒരുവൻ സ്വർലോകത്തിലെ സകല മഹിമകളും പിടിച്ച് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യരോടൊപ്പം ജീവിച്ച് ഹല്ലേലൂയ കഷ്ടതകൾ വേദനകൾ സഹിച്ച് 30 വയസ്സ് വരെ മാതാപിതാക്കളുടെ കീഴിൽ ജീവിച്ച് 3.5 വർഷം തന്റെ തിരുശുശ്രൂഷ ഭൂമിയുടെ പരപ്പിൽ ചെയ്തെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ സൗഖ്യമാക്കി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്നിലേക്ക് ആകർഷിപ്പിച്ച് ഹല്ലേലൂയ വാഗ്ദത്തം പോലെ ഹല്ലേലൂയ
ഗോൽഗോഥയുടെ മണിമുകളത്തിൽ 3 ആടുകളിന്മേൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആകാശത്തിന് ഭൂമിക്കും എന്തേ യാഗമായി തീർന്ന് അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് ആരെയും അടക്കം ചെയ്യാത്ത അരിമത്തിക്കാരൻ ജോസഫിന്റെ കല്ലറിൽ അടക്കപ്പെട്ട് ഹല്ലേലൂയ 3-ാം ദിവസം വാഗ്ദത്തം പോലെ പാതാളത്തെ മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പലർക്കും പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്ക് നിനക്കും വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്ത് പോയതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് അപ്പൻ വരാറായി. എത്ര പേർക്ക് പ്രത്യാശയോടെ പറയുവാൻ കഴിയും, എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടതയോ വേദനയോ നിന്ദയോ പരിഹാസമോ ഒറ്റപ്പെടലുകോ ഇതൊന്നും എനിക്ക് കാര്യമല്ലോ. എന്റെ മുമ്പിൽ ഓട്ടമോടുവാൻ അനേക ദൂരമുണ്ട്. പ്രത്യാശയോടെ ആ പൊന്നുകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. സമർപ്പണത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു യേശുപരാ കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ എന്ന് പറയാമോ? എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു യേശുപരാ കണ്ണുകളുടെ ചാട നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ശക്തമായി വ്യക്തമായി ഹല്ലേലൂയ ഓൺലൈനിലൂടെ നമ്മളെ കാണുന്ന ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുന്ന ആരെങ്കിലും ഒരു കാര്യം ഞാൻ ശക്തമായി വിളിച്ചു പറയാം. ഹല്ലേലൂയ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷ പ്രാപിക്കുവാൻ നൽകപ്പെട്ട ഏക നാമം അത് ഞങ്ങൾ ഉയർത്തുന്ന നസറനായ യേശു എന്ന നാമമാണ്. ഇന്ന് രാത്രി കാലം ആ യേശുവിന്റെ നാമത്തെ അറിയാതെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ നിത്യത ഉറപ്പാക്കുവാനുള്ള മണിക്കൂറുകളായി ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി കാലം ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷ പ്രാപിക്കുവാൻ നൽകപ്പെട്ട ഏക നാമം നസറനായ യേശു എന്ന നാമമാ. വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ പോയി. കാൽവറിയിലൂടെ അളവൂടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പിതാവേ, രാത്രി കാലം അങ്ങയുടെ പാദപീഠത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നപ്പാ, രാത്രി കാലം ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. വാസപ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അനുഭവപ്പാഷോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളുടെ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രാത്രി കാലം ഞങ്ങളുടെ നിത്യം നഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കർത്താവേ, രാത്രി കാലം അങ്ങയുടെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗമടികളെ സഹായിക്കണമേ കർത്താവ്. ഈ ലോക ജീവിതത്തിന് ശേഷം ഞങ്ങൾക്കൊരു നിത്യതയുണ്ടെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഞങ്ങളെ സ്നേഹിച്ച കർത്താവിനെ അധികമായി സ്നേഹിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. അനേകരുടെ കല്ലറകൾ ഇന്നും അടയപ്പെട്ട് കിടക്കുമ്പോൾ മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ സ്നേഹിക്കുക കർത്താവേ.
അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായ തിരുവചനത്തിന്റെ ശബ്ദങ്ങൾ ഇന്ന് രാത്രികാലം ഇവിടെ മുഴങ്ങുമ്പോൾ അത് രോഗികൾക്ക് സൗഖ്യമായി അന്ധകാര മണ്ഡലങ്ങളെ ഇടിക്കുന്ന ദൈവശക്തിയായി വ്യാപരിക്കട്ടെ കർത്താവേ. നസറനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാതിനെ സ്വർഗം കേൾക്കുന്നതിനായി സ്തോത്രം. വേഗം വരാമെന്നരുളി ചെയ്ത നസറനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചേർന്ന് പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. മാറനാഥ, നമ്മുടെ പ്രാണനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി ജീവിക്കാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ വേഗപ്രത്യക്ഷ നമുക്ക് ഒരുമിച്ച് കാണാം. ഒരു 5 മിനിറ്റ് മുമ്പോട്ട് പോയിട്ടുണ്ട്. ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് അറിയിക്കും. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കും. Praise the Lord. Hallelujah. Praise the Lord. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ള ദൈവജനം. ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ മഹാസാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ആമേൻ. കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്യായിരുന്നല്ലോ. കർത്താവിന്റെ ദാസനെയും ദാസി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹാസാന്നിധ്യം നമ്മുടെ മധ്യേ ആമേൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളിലെ വചന ശുശ്രൂഷയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി ആമേൻ. പ്രൈസ് ദി ലോർഡ്. അശ്വിനി സിസ്റ്ററാണ് ഇന്ന് രാത്രി ആമേൻ വചനത്തെ ശുശ്രൂഷിക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മധ്യേ അനിയൻ കുഞ്ഞു അബ്രഹാം പാസ്റ്റർ ആമേൻ തുടർന്നുള്ള നിമിഷത്തിൽ കർത്താവിന്റെ ദാസനെ ആമേൻ സ്തോത്രം ആമേൻ എന്ന രാത്രിയിലെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ജോജി തോമസ് പാസ്റ്ററോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹിമയുള്ള തേജസ്സിന് മുൻപിൽ, ആ സ്നേഹത്തിന് മുമ്പിൽ ഇന്ന് രാത്രി അങ്ങയിൽ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാർ ആശവെച്ചതുപോലുള്ള ആ പ്രത്യാശയുടെ നിറവിൽ അങ്ങയുടെ മക്കൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ, 7 ദിവസം ഉപവാസ പ്രാർത്ഥനയായി ഇരിക്കുവാൻ കർത്താവേ, അതിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർക്കൊക്കെ ആരാധിപ്പാനും അങ്ങയുടെ ആ അനുഗ്രഹം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ മേലും വരുവാൻ കാരണമായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ കർത്താവ് ശക്തീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ അവരെ നടത്തണമേ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കുവാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സകലത്തിന്മീതെ വസിക്കുന്നവൻ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ വേറൊരു നാമമില്ല. ഞങ്ങളോട് ഇതുപോലെ ഇടപെടുന്നവൻ, ഇത്രയും ഞങ്ങളുടെ അടുത്തിരിക്കുന്നവൻ, ഇത്രയും ഞങ്ങളെ കൃപകളാൽ നിറച്ചവൻ, ഇത്രയും ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ സന്മനസ്സുള്ള സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനുഭവി പാസ്റ്റർക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാൽ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ആത്മീയ മനുഷ്യനെ ശക്തിയോടെ വളരേണ്ടതിന് കർത്താവ് കൃപ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കല്ലേ കർത്താവേ. തിരു രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ കഴുകപ്പെടേണ്ടതിന് വീണ്ടും ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാവിന്റെ ശക്തിയാൽ നിറവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ആമേൻ. അല്പസമയം ഞങ്ങളുടെ പാദപിടത്തിൽ ഞങ്ങൾ ആയിരിക്കട്ടെ. അതാത് ഗ്രഹങ്ങളിലുള്ളവർ കർത്താവെ, 60-70 പേരുടെ മേൽ പകർന്ന ആത്മാവ് 68 പേരെ കൂടാരത്തിൽ വന്നുള്ളൂ. അവരുടെ മേൽ പകരുമ്പോൾ തന്നെ കൂടാരത്തിലായിരിക്കുന്നവരുടെ മേൽ ആത്മാവിനെ ഞങ്ങൾ പകർന്നെങ്കിൽ ഇന്ന് അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായി ഈ കൂടാരങ്ങളിൽ ഇരിക്കുന്നവരുടെ മേൽ ആത്മശക്തി വ്യാപരിക്കും. എല്ലാവരും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കും. വലിയ സന്തോഷവും സമാധാനവും ഇന്ന് രാത്രി വീണ്ടും ഞങ്ങളിൽ പകരുന്നതിനായി നന്ദി പറഞ്ഞു.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനീകുഞ്ഞ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രൈസ് ഈ കാലഘട്ടത്തിൽ ശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ അഭിഷിക്തനാണ് നമ്മുടെ മീറ്റിംഗിൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനിട വന്നു. കർത്താവ് ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ആമേൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പേരുള്ള നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. പ്രത്യേകാൽ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന്മാർ ഒത്തിരി പേര് ഇതിനകത്തുള്ള ഇവാഞ്ചലിസ്റ്റ് ഷൈജു മാത്യു, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഷാലോം ബ്രദർ, സോം ബ്രദർ, അതുപോലെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒത്തിരി കർത്താവിന്റെ ദാസന്മാർ ഈ മീറ്റിംഗിലുണ്ട്. അതുപോലെ ദൈവജനമുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ മീറ്റിംഗ് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുലു സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും ചിരിച്ചുകൊണ്ട് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. വചനം കേൾപ്പാൻ എല്ലാവരും റെഡി ആയിരിക്കുന്ന ഈ സമയത്ത് ആമേൻ ഈ കാലഘട്ടത്തിൽ ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും ദൈവത്തിന്റെ ദൂതുവാഹിയായി ദൈവം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണല്ലോ പാസ്റ്റർ അനി ബേബി ആൻഡ് ആമേ അശ്വിനി സിസ്റ്റർ. അവർ രണ്ടുപേരെയും ദൈവം ഒരുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കഴിയുന്നവരെല്ലാം നിങ്ങളുടെ വീഡിയോകൾ ആമേൻ ഓൺ ചെയ്തു വെച്ചാൽ അനുഗ്രഹമായിരിക്കും. ദൈവശബ്ദത്തെ പ്രാപിപ്പാൻ ഇടവരും. ആമേൻ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ആമേ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആമേ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വചന ശുശ്രൂഷയ്ക്ക് കർത്താവിന്റെ ദാസി അശ്വിനി സിസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കരങ്ങളിൽ ഉയർത്തി തന്നെ സ്വാഗതം ചെയ്താട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി വിശുദ്ധ രാത്രികാലം ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ളവരെല്ലാം കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഒരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവായ യേശുവിന്റെ നാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് സ്തോത്രം അല്പമല്ലാത്ത വേദനയോടെ നമ്മളെല്ലാവരും സ്തോത്രം മലയാളികളാകുന്ന നമ്മളെല്ലാവരും വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ഒരു വിഷയമാണ് സ്തോത്രം നമ്മുടെ കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന വലിയ ദുരന്തം. പക്ഷേ സ്തോത്രം അവിടെയെല്ലാം നമുക്ക് വേണ്ടിയുള്ള ദൈവിക കരുതലും പ്രൊട്ടക്ഷനും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഒരു സ്തോത്രം നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്തമാണ്. നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. ഒരു നിമിഷം സ്തോത്രം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവം നമ്മളോട് ഇടപെടണം. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ശബ്ദം പ്രിയപ്പെട്ടവരുടെ അടുക്കിലെത്തിക്കത്തക്ക നിലവാരത്തിൽ ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു തുടങ്ങണം. പ്രിയപ്പെട്ടവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാം ഇന്നത്തെ ദിവസം പരിശുദ്ധനാകുന്ന ദൈവമേ, പിതാവേ, അനുഗ്രഹവും മനോഹരമേറിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. പിതാവ്, ഹല്ലേലൂയ, സ്തോത്രം. ശരീരം കൊണ്ട് ഞങ്ങൾ ദൂരസ്ഥരാണ്, എങ്കിലും ആത്മാവ് കൊണ്ട് ഞങ്ങൾ സമീപസ്ഥുള്ളവരായി കർത്താവിനെ ആരാധിക്കുവാൻ കൊണ്ട് ഇടവരുത്തുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവമേ, അങ്ങയുടെ വലിയ വൻ കാര്യങ്ങളെ ഞങ്ങളുടെ ചെയ്യുമാറാകണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. മഹത്വമല്ല അങ്ങയ്ക്ക്. പ്രാർത്ഥനയാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം. നല്ലൊരു നിമിഷത്തിനെ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം. രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ സ്തോത്രം 7 ദിനകാല ഉപവാസ പ്രാർത്ഥന 2ാമത്തെ ദിവസം കടന്നു വന്ന് സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്ററിനോട് ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ സ്തോത്രം നമ്മുടെ ഇടയിൽ ഗാന ശുശ്രൂഷ സ്തോത്രം മനോഹരമായി ചെയ്തെടുത്ത കർത്താവിന്റെ ദാസൻ ജോജി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമക്കൾ, അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നമ്മുടെ ശുശ്രൂഷകളെ ചെയ്തല്ലോ, നന്ദി. അതുപോലെ തന്നെ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചു തന്ന കർത്താവിന്റെ ദാസൻ അനിയൻ കുഞ്ഞു പാസ്റ്ററോട് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവമക്കളും അഭിഷക്തന്മാരും സ്തോത്രം വിശ്വാസ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അതിന്റെ 9 വാക്യം. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ
നിന്നെ ഭരിക്കോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ആന്റി ഒരിക്കൽ കൂടി വായിക്കാമോ? ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭരിക്കോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം രാത്രി കേട്ട വാക്യം ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. സ്തോത്രം. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയത്തില്ല. ഈ ഒരു ചെറിയ കണ്ടന്റിൽ നിന്നാണ് പ്രിയപ്പെട്ടവരോടായി വചനം സംസാരിപ്പാൻ അടിയൻ ശരണപ്പെടുത്തുന്നത്. സ്തോത്രം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരും, ആശ്വാസമായി തീരും. സ്തോത്രം. എനിക്ക് അറിയാം ഇതൊരു ദൈവത്തിന്റെ ഉറപ്പാണ്. ചിലരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ചില ഉറപ്പുകൾ വെളിപ്പെടുത്താൻ പോകുക. പ്രൈസ് ലോർഡ്. മനുഷ്യരുടെ ഉറപ്പുകളല്ല, അധികാരികളുടെ ഉറപ്പുകളല്ല, രാജാക്കന്മാരുടെ ഉറപ്പല്ല, ഇത് ദൈവത്തിന്റെ ഉറപ്പാ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദൈവത്തിന്റെ ഉറപ്പിനായി നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈ രാത്രികാലം ഉറപ്പ് പ്രാപിച്ച എല്ലാവരും സ്തോത്രം തങ്ങളുടെ ഭവനങ്ങളിൽ അടങ്ങിയിരിക്കാതെ ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങാമോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നോഹയുടെ വെള്ളങ്ങൾ പോലെ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത, ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു ന്യായവിധി തിരിച്ചു വരത്തില്ലെന്ന് ദൈവം തന്നിരിക്കുന്ന ഒരു ഉറപ്പ് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഇതുവരെ കണ്ട പരാജയങ്ങൾ ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനകൾ ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. ഇതുവരെ എന്റെ തലമുറകൾ അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ എന്റെ തലമുറകൾ ഇനി അനുഭവിക്കത്തില്ല. സ്തോത്രം. ഇത് ദൈവത്തിന്റെ ഉറപ്പായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സ്തോത്രം. നിങ്ങൾ അനുഭവിച്ച രോഗങ്ങൾ, നിങ്ങൾ അനുഭവിച്ച വേദനകൾ, നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഇനി ഒരിക്കലും നിങ്ങളെ തേടി കടന്നു വരാതെ വണ്ണം സ്തോത്രം ദൈവം ചില ഉറപ്പുകൾ ചില കുടുംബത്തിന്റെ അകത്തേക്ക് സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ വ്യക്തിപരമായ ചില കുടുംബത്തിലേക്ക് ചില കുഞ്ഞുങ്ങളിലേക്ക് പരിശുദ്ധമായി രാത്രികാലം കൈമാറ്റം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹല്ലേലൂയ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം മനുഷ്യരെ പലരും ആശ്രയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ കുലുങ്ങി പോകുവാൻ ദൈവം ഇവിടെ വരുത്തത്തില്ല. സ്തോത്രം. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ പകൽക്കാലം ഞാൻ ദൈവത്തിന്റെ ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് 32-ാം സങ്കീർത്തനത്തിൽ എന്നോട് ഒരു വാക്യം അറിയിച്ചു. അതിപ്രകാരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പെരുവെള്ളം നിന്റെ അടുക്കലോളം എത്തും, പക്ഷെ സ്തോത്രം പെരുവെള്ളം കവിഞ്ഞു വരും, പക്ഷെ അത് നിന്റെ അടുക്കലോളം എത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ ദുരന്തങ്ങൾ നടക്കുന്ന അതേ മണ്ണിൽ ജീവിക്കുന്നവരാണ് നാം. സ്തോത്രം. ഹല്ലേലൂയ. സൂര്യതാപനം ഏൽക്കുന്ന സമയത്ത് അതേ സൂര്യന്റെ കീഴിൽ നടക്കുന്നവരായിരുന്നു നാം. ഹല്ലേലൂയ. കൊറോണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം പ്രിയപ്പെട്ടവരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ് നാം. എന്നാൽ ദൈവികമാകുന്ന ഒരു പ്രൊട്ടക്ഷൻ, ദൈവികമാകുന്ന ഒരു കരുതൽ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് ഈ ഒരു അന്ധകാര ശക്തികളോ അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ രോഗം മുഴുവൻ ഹല്ലേലൂയ സ്തോത്രം താണ്ഡവമാടി മരണഭീതി ഉയർത്തിയ ഒരു രോഗശക്തികളോ നമ്മളെ തൊടാതെ വണ്ണം സൂക്ഷിച്ച ദൈവത്തിന്റെ കരമ. സ്തോത്രം. ഒരിടയ്ക്കെല്ലാം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു വന്നിരുന്നു. സ്തോത്രം 11 മണി തൊട്ട് ഹല്ലേലൂയ ചില സമയങ്ങൾ നാം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സഞ്ചരിക്കരുത്, പുറത്തിറങ്ങരുത്. എന്തുകൊണ്ടാണ്? സൂര്യതാപനമേൽക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതേ സൂര്യന്റെ സ്തോത്രം വെട്ടമടിച്ച് അതേ സൂര്യന്റെ ചൂടടിച്ച് നടന്നവരാണ് നാം. പക്ഷെ ഒരിക്കൽ പോലും സ്തോത്രം അങ്ങനെ ഹാനികരമായ ഒരു രശ്മി നമ്മുടെ ശരീരത്തിൽ പതിക്കാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് നമ്മളെ പരിപാലിച്ച ഒരു ദൈവത്തിന്റെ കരം നമുക്കൊരു കുടയായിട്ട് വെളിപ്പെട്ടതുപോലെ പ്രിയപ്പെട്ടവരെ രാത്രികാലം പ്രാർത്ഥിക്കണമേ. രാത്രികാലം നിങ്ങൾ ദൈവസന്നിധിയിൽ ആരാധിച്ചു തുടങ്ങണമേ. കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. പെരുവെള്ളം കവിഞ്ഞു വരും, പക്ഷെ അത് നിന്നെ തൊടുവാൻ, നിന്റെ അടുക്കലെത്തുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഉറപ്പാ ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ആ സങ്കീർത്തനം എഴുതുന്ന സങ്കീർത്തന രചയിതാവ് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ഉറപ്പാ. കവിഞ്ഞു വരും, പക്ഷെ നിന്നെ തൊടത്തില്ല. സ്തോത്രം. ദൂരവേ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ വിട്ട് ദൂരവേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് വ്യാകുലപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു സ്തോത്രം അവരെ തൊടാതെ വണ്ണം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവകരം, അവരെ തൊടാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഈ രാത്രികാലം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്, നിങ്ങളുടെ യാചനകൾക്ക് അതിനുള്ള ബലമുണ്ട്. ഈ രാത്രികാലം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലരെയൊക്കെ പല മേഖലകളിലകത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവിക സാന്നിധ്യം വെളിപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നോഹയുടെ വെള്ളങ്ങൾ പോലെയാണ്. എനിക്കറിയത്തില്ല
തുടരെ ഉണ്ടാകുന്ന ചില പരാജയ ഭീതികൾ, സ്തോത്രം, ഇനി ഒരു ലൈഫിലേക്ക് കടന്നു വരാതെ, സ്തോത്രം, ഇനി ഒരു ലൈഫിനെ അഫക്ട് ചെയ്യാതെ പരിശുദ്ധാത്മാവ് ചിലരുടെ ലൈഫിൽ നിന്ന് എടുത്തു നീക്കുകയാ. സ്തോത്രം, അത് നിങ്ങളെ മൂടിക്കളയത്തില്ല. നിങ്ങൾ അനുഭവിച്ച പേടികൾ നിങ്ങളെ ഇനി ഭയപ്പെടുത്തുകയില്ല. ആക്സിഡന്റ് സ്പിരിറ്റുകൾ നിങ്ങളെ തൊടത്തില്ല. ഹല്ലേലൂയ. പാരമ്പര്യമായി നിൽക്കുന്ന ചില രോഗങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതെ, പിതാക്കന്മാരിൽ വെളിപ്പെട്ടത് മക്കളിലേക്ക് പ്രവേശിക്കത്തക്ക നിലവാരത്തിൽ വാദിച്ചെഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നോഹയുടെ വെള്ളങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, തുടരെ ഒരു ചെയിൻ പോലെ ജീവിതത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ, സ്തോത്രം, നിങ്ങളെ തൊടുവാനോ, സ്തോത്രം, നിങ്ങളുടെ തലമുറകളെ തൊടുവാനോ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? അത് ദൈവത്തിന്റെ ഉറപ്പാ. ഈ രാത്രികാലം ദൈവത്തിന്റെ ഉറപ്പ് പ്രാപിച്ചവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉറപ്പ് പ്രാപിച്ചവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം, അവന്റെ പക്കൽ നിന്ന് ഉറപ്പ് പ്രാപിച്ചവർ പകർവാനിട വരുത്തത്തില്ല ദൈവമക്കളെ. അവരെ ക്ഷീണിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉറപ്പ് പ്രാപിച്ച മനുഷ്യനാണ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഉറപ്പ് പ്രാപിച്ച മനുഷ്യനാണ് പൗലോസ്. പൗലോസിനോട് പറഞ്ഞു, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സ്തോത്രം, നിൽക്കും. അത് ദൈവത്തിന്റെ ഉറപ്പാ. പക്ഷെ ആ ഉറപ്പിന് വിപരീതമായി തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ചില്ലറയല്ല. താൻ ആ വാക്തത്വത്തിലേക്ക് ചലിക്കുന്ന ഒരു തടവപുള്ളിയായിട്ടാണ്. പക്ഷേ ഹല്ലേലൂയ, ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ച് ആ വാക്തത്വത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുദീർഘമായ ഒരു വിവരണം അപ്പോസ്തല പ്രവർത്തിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അതിനകത്ത് പൗലോസ് പറയുന്ന ഒരു, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ, ഹല്ലേലൂയ, കർത്താവിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പൗലോസ്, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കും, കാരണം നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ദൈവമക്കളെ, ഒരു വാക്തത്വം നിങ്ങളെ നടത്തുന്നെങ്കിൽ, ദൈവത്തിന്റെ ഒരു ഉറപ്പ് നിങ്ങളെ നടത്തുന്നെങ്കിൽ, ഏത് സമുദ്രത്തിന്റെ നടുവിൽ നിന്നാണെങ്കിലും നിങ്ങളെ കരക്കെത്തിക്കുവാൻ, ഏത് ബാധ്യതയുടെ ഉള്ളിന്റെ അകത്തു നിന്നാണെങ്കിലും, സ്തോത്രം, ഏത് രോഗത്തിന്റെ അവസ്ഥക്കകത്തു നിന്നാണെങ്കിലും നിങ്ങളെ ആ വാക്തത്വത്തിന്റെ മുന്നിൽ എത്തിച്ചേർത്തുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളത് തിരിച്ചറിയുക, ഉറപ്പോടെ പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം ഉറപ്പ് പ്രാപിക്കണമേ. സ്തോത്രം, നാം കേട്ട ദൈവശബ്ദത്തിൽ ഉറപ്പ് പ്രാപിക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ടതാകിയാൽ ചില ഉറപ്പുകൾ ഈ രാത്രികാലം പ്രാപിച്ചോണം. ഹല്ലേലൂയ. അത് നാം പ്രാപ്തമാക്കേണ്ട സമയം അടുത്തു വന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഈ രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പ്രത്യാശിക്കുന്ന ദൈവത്തിന്റെ ചില ഉറപ്പുകൾ ഈ രാത്രികാലം ചിലരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഒരിക്കലും ഭൂമിയെ മുക്കിക്കളയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ച പരാജയ ഭീതികൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏശത്തില്ല. സ്തോത്രം, ചില രോഗങ്ങൾ, കഴിഞ്ഞ സ്തോത്രം നാളുകളിൽ നിങ്ങൾ അനുഭവിച്ച ചില രോഗത്തിന്റെ ശക്തികൾ, ഉടവന വൈദനാഥന ശന്ധര, കുടുംബങ്ങളെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ലീലാമച്ചി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇതുവരെ തലമുറകൾ അനുഭവിച്ച ചില പരാജയങ്ങൾ ഇനി അവരുടെ ലൈഫിനെ ഏശാതവണ സൂക്ഷിക്കുവാൻ എന്റെ ദൈവം സർവശക്തന. നിങ്ങൾ അനുഭവിച്ച പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിച്ച കണ്ണുനീരുകൾ, അത് ഇനി അത് നോഹയുടെ വെള്ളങ്ങൾ പോലെ ഒരിക്കലും കടന്നു വരാതെ വണ്ണം ദൈവം എങ്ങോട്ടേക്കോ, സ്തോത്രം, അതിന്റെ വഴിയെ തിരിച്ചുവിടുന്നത് പോലെ ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ഈ രാത്രികാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി എന്റെ ദൈവം സർവ്വശ്രദ്ധാലുവായി കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഴ ഗംഭീരമായിട്ട് പെയ്താലും, സ്തോത്രം, വെള്ളങ്ങൾ ഇരച്ചു കലങ്ങിയാലും അതിനുശേഷം ആകാശത്തൊരു വില്ല് കാണും. എന്തെന്നറിയാമോ? അത് ദൈവത്തിന്റെ ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ചിലരുടെ ലൈഫിനകത്തേക്ക് ചില വില്ലുകളെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരികയാ. സ്തോത്ര, പ്രശ്നങ്ങൾ എത്ര കലുഷിതമായാലും, അതെ, നിങ്ങൾക്ക് ആ പ്രശ്നത്തിന്റെ മധ്യ ചില വാക്തത്വത്തിന്റെ മഴവില്ലുകൾ, ഹല്ലേലൂയ, ചില ലൈഫിലേക്ക് കടന്നു വരികയാ. അതെ, കാർമേഘം എത്ര, സ്തോത്രം, ഇരുണ്ട് മൂടിക്കിടന്നാലും, ആകാശം എത്ര മൂടിക്കിടന്നാലും അവിടെയെല്ലാം ദൈവികമാകുന്ന ഒരു ചൈതന്യം വെളിപ്പെടുത്തി ചില വില്ലുകൾ കാണാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. അത് ചില കുടുംബങ്ങൾ ചില അടയാളങ്ങൾ കാണാൻ പോവുകയാ.
ചില കുടുംബങ്ങൾ ചില രക്ഷയുടെ സന്തോഷം കാണാൻ പോകുക. ഈ രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ചില ചലനങ്ങൾ വെളിപ്പെടുക. വീണ്ടും പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസി, പ്രിയ മാതാവേ, പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, തലമുറകളാൽ അനുഭവിച്ച ചില പരാജയങ്ങൾ ഇലാമിച്ചി, ഹല്ലേലൂയ, ഇനി ഒരിക്കലും കടന്നു വരാതെ വണ്ണം അവിടെ ലൈഫിലേക്ക് ഒരു സ്തോത്രം ട്രൂ പാത്തിനെ പരിശുദ്ധാത്മാവ് സ്തോത്രം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരിക പോകുക. ഹല്ലേലൂയ, പ്രൈസ്. ആകാശത്ത് കാണുന്ന ഒരു മഴവില്ല് പോലെ. അതാ പാട്ടുകാരൻ പറഞ്ഞത്, കാർമുകിൽ എത്ര കരേറിയാലും സ്തോത്രം കാണുന്നുണ്ട് അവിടെ ഒരു വില്ല്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, കാർമേഘം എത്ര ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ലൈഫിനെ എഫക്ട് ചെയ്താലും അതിന്റെ നടുവിലൂടെ ഒരു വില്ല് കാണുന്നത് പോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ സ്തോത്രം യാത്രയുടെ മധ്യേ നിങ്ങളെ നശിപ്പിച്ചു കളയുവാൻ, ഹല്ലേലൂയ, നിങ്ങളെ ഒടുക്കി കളയുവാൻ വെളിപ്പെട്ട് നിൽക്കുന്ന ചില ശക്തികളോട് വിളിച്ചു പറ, സ്തോത്രം, എനിക്കും ഈ ന്യായവിധിക്കും മധ്യേ ദൈവത്തിന്റെ ഒരു വില്ല് വെളിപ്പെട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈ രാത്രികാലമാ സ്തോത്രം അതിനെ കണ്ടവർ, സ്തോത്രം അതിനെ അനുഭവിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ആലോചനയോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ തരുവാൻ സർവശക്തനായി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന ഒരു മനുഷ്യന്റെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യും, ടോട്ടലി ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതാ ദൈവ സാന്നിധ്യത്തിന്റെ പവറാണ്. ഹല്ലേലൂയ. അവന്റെ സംസാര ശൈലിക്ക് വ്യത്യാസം വരും, അവന്റെ നടപ്പിന് വ്യത്യാസം വരും, അവന്റെ വസ്ത്രധാരണത്തിന് വ്യത്യാസം വരും, അവന്റെ ഫാമിലിയിലെ അറ്റ്മോസ്ഫിയറിന് വ്യത്യാസം വരും, അവന്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് വ്യത്യാസം വരും. അതെ ദൈവമക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായ ദൈവ സാന്നിധ്യത്തെ ഒന്ന് ആഗ്രഹിച്ചോണം. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു വ്യത്യാസം വരുത്തുവാൻ. നിങ്ങൾക്കറിയാമോ, ദൈവ സാന്നിധ്യം പേറിയ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, എനിക്കറിയത്തില്ല, വചനത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ഏലിയാവിന്റെ ആത്മാവോടുകൂടി വരുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, സ്തോത്രം, അവന്റെ ലൈഫ് ആരംഭിച്ചപ്പോൾ മുതൽ അവന്റെ വസ്ത്രധാരണത്തിന്റെ ദൈവം മാറ്റം കൊടുത്തു. ഹല്ലേലൂയ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുക്കിളിയും തേനും ഉപജീവിച്ചൊരു മനുഷ്യനായി മാറി. എന്തെന്നറിയാം? അത് അവന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം, ദൈവിക സാന്നിധ്യം. ഹല്ലേലൂയ. അവന്റെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്തു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, അന്ന് എവിടെയൊക്കെ ഒരു ചേഞ്ചിങ് വെളിപ്പെടാൻ പോകുക. അത് ചിലരുടെ വസ്ത്രധാരണത്തിന് പോലും ഒരു മാറ്റം ദൈവത്തിന്റെ ആത്മാവ് കാണിക്കാൻ പോകുക. സ്തോത്രം, അവരുടെ സഞ്ചാര പാതകൾ വഴിമാറാൻ പോകുക. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ചില നന്മകൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ എത്തപ്പെടുവാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം, നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മുടെ ആലോചന, സ്തോത്രം, പരിശുദ്ധാത്മ എങ്ങനെയാ പറയുന്നത്? ആലോചനകൾ വളരെ ക്ലിയർ ആയിരിക്കണം. സ്തോത്രം, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഈ രാത്രികാലം ദൈവത്തിന്റെ നാം കാണിക്കുന്നത് അങ്ങനെയാണ്. നാം എടുക്കുന്ന ഓരോ ഡിസിഷനുകളും വളരെ ക്ലിയർ ആയിരിക്കണം. നാം കേൾക്കുന്ന ദൈവ ശബ്ദങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. എനിക്കറിയത്തില്ല, ചില സ്തോത്രം വ്യക്തികളോടായി പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. നാം എടുക്കുന്ന ചില ദൈവ ശബ്ദങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതാണ്, സ്തോത്രം, ഹല്ലേലൂയ, യെബൂസിയ മല പിടിച്ചടക്കുവാൻ ദാവീദ് സ്തോത്രം തന്റെ സൈന്യാധിപന്മാരോട് ആലോചന ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, യെബൂസിയ മല പിടിച്ചടക്കാൻ പാടാണ്. കാരണം അവിടെ യെബൂസിലുണ്ട്, അവർക്ക് ഇരുമ്പ് രഥങ്ങളുണ്ട്, അവര് ദീർഘകായകന്മാരാണ്, ചെങ്കുത്തായ മലനിരകളാണ്. ഇങ്ങനെ സ്തോത്രം കുറെ ഡിസഡ്വാൻറ്റേജസ്, അതായത് കുറെ, ഹല്ലേലൂയ, അതിന് നമുക്ക് സ്തോത്രം പിടിച്ചടക്കാൻ കഴിയത്തില്ല എന്ന് കുറെ കാരണങ്ങൾ ഇങ്ങോട്ട് നിരത്തി. ആരോടാണ്? തന്റെ സൈന്യാധിപന്മാരോടാണ് ആലോചന ചോദിച്ചത്. എന്നാൽ ആരാധിക്കുന്ന ദൈവ മനുഷ്യനോട് സ്തോത്രം, ഹല്ലേലൂയ, ദാവീദ് ആലോചന ചോദിച്ചു, ഈ സ്തോത്രം മല എനിക്ക്, സ്തോത്രം, ഈ യെബൂസിയ മല എനിക്ക് അടക്കുവാൻ കഴിയുമോ? എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ആരാധിക്കുന്ന ദൈവജനം ദാവീദിന് ആലോചന പറഞ്ഞു കൊടുത്തു, അത് നിശ്ചയമായും രാജാവേ നിന്റെ കരത്തിൽ എന്റെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കേട്ട ദൈവശബ്ദമാണ്. ഈ രാത്രികാലം നിങ്ങളോട് അത് ഷെയർ ചെയ്ത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സന്തോഷിക്കുന്നു. ഈ രാത്രികാലം വിശ്വസിച്ചോ, ഹല്ലേലൂയ, നമുക്ക് അടക്കാൻ കഴിയത്തില്ലെന്നും നാം അത് പ്രാപ്തമാക്കാൻ കഴിയത്തില്ലെന്നും 100 കാരണങ്ങൾ നിരത്തിയേക്കാം. എന്നാൽ ഒരു ആരാധിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒന്നും, സ്തോത്രം, ഇമ്പോസിബിൾ ആയിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ആ ധൈര്യത്തോടെ ദാവീദ് കടന്നുപോയപ്പോൾ
സ്തോത്രം ദാവീദിന് ആ മല കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, അടക്കാൻ കഴിയാത്ത, സ്തോത്രം ഹല്ലേലൂയ, പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില കുടുംബത്തെ നോക്കി ഗ്രേസി അമ്മച്ചി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, മനുഷ്യരാൽ അടക്കുവാൻ കഴിയാത്ത, സ്തോത്രം മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത, സ്തോത്രം പല മനുഷ്യരുടെ യാചന രൂപത്തിൽ പറഞ്ഞ പല വിഷയങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അതെ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി, സ്തോത്രം നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇടപെടുന്ന രാത്രികാലമാ. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പ്രിയ മാതാവിനോട് ആലോചന അറിയിക്കുന്നു, സ്തോത്രം ഇന്നു മുതൽ ഒരു സ്തോത്രം ഒരു ചേഞ്ചിങ് ആ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഇന്നു മുതൽ ചില ഗ്രേസി ഹല്ലേലൂയ പ്രിയ മാതാവിനോടായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ സ്തോത്രം എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ, എന്തൊക്കെയോ വലിയ ചലനങ്ങൾ ആ കുടുംബത്തിന്റെ അന്തരീക്ഷ വലയത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ലെന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു ആരാധിക്കുന്ന മനുഷ്യന്, സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, സ്തോത്രം പ്രപഞ്ച ശക്തികളെ പോലും ജയിക്കുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. നാം അതിനെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നാം അതിനെ മനസ്സിലാക്കണം. ഈ രാത്രികാലം സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശക്തിയുടെ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുവാൻ ഭൂമിയിലെ ഒരു സ്തോത്രം ഹല്ലേലൂയ എത്ര സൂപ്പർ സ്പീഡ് മെഷീൻ ആണെങ്കിൽ പോലും സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവിടുന്നല്ല നമ്മളെ വ്യത്യസ്തരാക്കുന്ന, അവിടുന്നല്ല നമ്മളെ സ്തോത്രം മനുഷ്യരിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് വ്യത്യസ്തരാക്കി കളയുന്ന, ഒന്ന് സെപ്പറേറ്റ് ആക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നാം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രികാലം അങ്ങനെ പ്രാർത്ഥിച്ചോണം. ഈ രാത്രികാലം നാം അതിനു വേണ്ടി ചില സമയങ്ങളെ വേർതിരിച്ചോണം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ ലൈഫിനകത്ത് ഞാൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെയോ ചേഞ്ചുകൾ വരുത്തുവാൻ, എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുവാൻ സർവശക്തൻ നിങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അഭിഷേകം ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം അവന്റെ മാതാപിതാക്കൾ ഡിസൈൻ ചെയ്യുന്നത് പോലല്ല, സ്തോത്രം ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഡിസൈൻ ചെയ്യുന്നത് പോലല്ല, സ്തോത്രം അവന്റെ അധ്യാപകരെ ഡിസൈൻ ചെയ്യുന്നത് പോലല്ല, അവന്റെ കൂട്ടുകാര്. അത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു, ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ചില മേഖലകളെ പരിശുദ്ധാത്മാവ് കയറി തൊടാൻ പോവുകയാണ്. അതെ, ദൈവത്തോടും മനുഷ്യനും അടുക്കുവാൻ കഴിയാതെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ചലനങ്ങളെ സൃഷ്ടിക്കാൻ പോകുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അത് അങ്ങനെ കാണിക്കുന്നു. ചില വിഷയങ്ങൾ തന്നെത്താൻ അഴിയുവാൻ, ചില വിഷയങ്ങൾ തന്നെത്താൻ സോൾവ് ആകുവാൻ, ചില വിഷയങ്ങൾ ഹല്ലേലൂയ ചില ഒരു വിഷയമേ അല്ലാതാകത്തക്ക നിലവാരത്തിൽ എന്തൊക്കെയോ ചില ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ദൈവം ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷത്തോടൊന്ന് ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം അങ്ങനെ ചലിക്കുന്ന സ്തോത്രം എന്തൊക്കെയോ ചില ചലനങ്ങൾ ചില കുടുംബത്തിനകത്തേക്ക്, ചില വ്യക്തികളുടെ ലൈഫിനകത്തേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ രാത്രികാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. എനിക്കറിയാം എവിടെയൊക്കെയോ ചില കാഴ്ചപ്പാടുകൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചില കാഴ്ചപ്പാടുകൾക്ക് പരിശുദ്ധാത്മാവ് ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില മലകൾ ചിലർ അടക്കാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് വിളിച്ചു പറയുന്നത്, 24 സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, സ്തോത്രം ഭൂതലവും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാ. സ്തോത്രം അത് യെബൂസ്യ മലയാണെങ്കിലും ഫിലിസ്ത്യരുടെ ദേശമാണെങ്കിലും അമോര്യരുടെ മലയാണെങ്കിലും ഹല്ലേലൂയ ഏത് സ്തോത്രം ശക്തികൾ പാർക്കുന്ന മന്ദിരമാണെങ്കിലും അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നതാ. അതെ, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ചില ദേശങ്ങളെ നോക്കി നിങ്ങൾ ആത്മാവിൽ പ്രവചിച്ചു തുടങ്ങുക, ഇതെന്റെ ദൈവത്തിന്റെ വകയാ. സ്തോത്രം അവിടെ എന്ത് നടക്കണമെന്ന് ചിന്തിക്കുന്നതും ഹല്ലേലൂയ പ്രവർത്തിക്കുന്നതും ഹല്ലേലൂയ അതിനകത്ത് ഹല്ലേലൂയ ഇറങ്ങി ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾക്ക് മറുപടി തരുന്നതും ദൈവ സാന്നിധ്യമാ. ഹല്ലേലൂയ. പ്രതീക്ഷയില്ലാത്ത മരുഭൂമിക്കകത്തും സ്തോത്രം നീർച്ചാലുകളെ തുറക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതേ ശോഭച്ചായ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, പ്രതീക്ഷയില്ലാത്തതാണ് നിൽക്കുന്നത്, എന്നാൽ അവിടെ ഒരു ചില നീർച്ചാലുകളെ തുറക്കുവാൻ, എന്തൊക്കെയോ ഒരു ചില കണക്ടിവിറ്റികളെ തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രികാലം മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് എങ്ങനെയാണ്? ഹൈ ഓഫറുകളുമായിട്ട് അടുത്തു വരുന്നവരെ, സമീപിക്കുന്നവരെ സ്തോത്രം വിവേചിച്ചറിഞ്ഞോണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം അതിനെ സെൻസ് ചെയ്തോണം. എന്നാൽ സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ പട്ടണത്തിലോട്ട് കിടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഒരു മനുഷ്യൻ വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത് കാണും. സ്തോത്രം അവിടെ ഹല്ലേലൂയ എനിക്കും എന്റെ ശിഷ്യന്മാർക്കും വേണ്ടി ഒരുക്കുവിൻ. സ്തോത്രം. ഹല്ലേലൂയ അങ്ങനെ ഒരു ശബ്ദം കേൾക്കും. അത് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, കർത്താവിന്റെ ദാസനെ നിങ്ങൾ പട്ടണത്തിലോട്ട് കിടക്കുമ്പോൾ
ചില വ്യക്തികൾ നിങ്ങളെ എതിരേൽക്കും. അത് നിങ്ങൾക്കൊരു സ്തോത്രം ബ്രേക്ക് ത്രൂ ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഈ മരുഭൂമിക്കകത്തും സ്തോത്രം പരിശുദ്ധാത്മാവ് എങ്ങനെയാ ചോദിക്കുന്നത്? ഹല്ലേലൂയ. ഓ റീഖാബ ശംദര, ഇസ്രായേൽ മക്കൾ നടന്ന മരുഭൂമിക്കകത്ത് അപ്പം തരുവാൻ കഴിയുമോ? വെള്ളം തരുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇറച്ചി തരുവാൻ കഴിയുമോ? സ്തോത്രം അവരുടെ സംശയാസ്പദമായ ചോദ്യങ്ങളാ. എന്നാൽ അവരുടെ ഓരോ ചോദ്യത്തിനും അവർ ചോദിച്ച അതേ അളവിൽ തന്നെ മറുപടി കൊടുത്തെങ്കിൽ ഈ രാത്രികാലം കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ആത്മാവ് ദൂരെ വിളിച്ചു പറയുന്നു, അവിടെ ആശയറ്റവനായിരുന്നാലും ഹല്ലേലൂയ ചിലർ എതിരേൽക്കാൻ പോകുകയാ, ചിലർ എതിരേൽക്കാൻ പോകുകയാ, ചില കുടുംബങ്ങൾ എതിരേൽക്കാൻ പോകുകയാ, ചില വ്യക്തികൾ എതിരേൽക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ലൈഫിനകത്ത് ടോട്ടലി ചേഞ്ച് വരുവാൻ ഈ രാത്രികാലം എന്റെ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നിങ്ങളുടെ അടുത്തിലേക്ക് കൊണ്ടുതരികയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. നിരാശപ്പെട്ടു പോകേണ്ട കർത്താവിന്റെ ദാസനെ. ഹല്ലേലൂയ. സ്തോത്രം. തുരുത്തിയിലെ വെള്ളം തീരാറായി, അപ്പം തീരാറായി, സ്തോത്രം കയ്യിലുണ്ടായിരുന്ന നന്മകൾ തീരാറായി. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാ, ഹല്ലേലൂയ ആ തീരുന്നതുണ്ടല്ലോ ദൈവത്തിന് നിറയ്ക്കാൻ വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തൊക്കെയോ ശൂന്യമായി തീരുന്നു എന്ന് നമുക്ക് കരുതുന്നുണ്ടോ? അവിടെ എല്ലാം ദൈവം നിറയ്ക്കാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാമോ? സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഈ രാത്രികാലം ചിലരുടെ ലൈഫിനകത്ത് ഞാൻ ദൈവത്തിനാൽ വിളിച്ചു പറയുന്നത് പോലെ ചില യെബൂസിയ മലകൾ അടക്കത്തക്ക നിലവാരത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. നമ്മുടെ ആലോചനകൾ ക്ലിയർ ആയിരിക്കണം ദൈവമക്കളെ. ഈ രാത്രികാലം നിങ്ങൾ അതിനെ വളരെ സെൻസിറ്റീവ് ആയിട്ട് തന്നെ ആ ദൂതനെ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എന്തെന്നറിയാമോ? നമ്മുടെ ആലോചനകൾ ക്ലിയർ ആയിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നത്, ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. ഹല്ലേലൂയ. അവിടെ നമുക്ക് സ്തോത്രം ദൈവത്തിന്റെ പുതിയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞത് വിശ്വാസത്തിന്റെ ഒരു നങ്കുരമാ. ആ പ്രത്യാശയുടെ സ്വീകാരം നമുക്കൊരു നങ്കുരമാ. ആടി ഉലയുന്ന കപ്പലുകളെ പിടിച്ചു നിർത്തുന്ന നങ്കുരം പോലെ സ്തോത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ സ്തോത്രം ഉലയാതെ പിടിച്ചു നിർത്തുന്ന ഒരു നങ്കുരം ചിലരുടെ ലൈഫിനകത്തേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷത്തോടെ ഈ രാത്രികാലം ചിലരൊക്കെ ആത്മാവിൽ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിലേക്ക് കയറിക്കോണം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ എന്തൊക്കെയോ അഴിച്ചുപണികൾ നടത്തുവാൻ, സ്തോത്രം എവിടെയൊക്കെയോ എന്തൊക്കെയോ അഴിച്ചുപണികൾ നടത്തുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നാം കാത്തിരിക്കുന്നവനെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടതിന്, നാം കാത്തിരിക്കുന്നവന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവികളെ തുറക്കേണ്ടതിന് ഈ രാത്രികാലം വിശ്വസിച്ചോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക കരുതലുകൾ അങ്ങനെ തന്നെ വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ അജോമോൻ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഹല്ലേലൂയ ദൈവികമാകുന്ന സാന്നിധ്യം ഹല്ലേലൂയ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എത്തത്തില്ലെന്ന് പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എവിടെയും എത്തത്തില്ല, എങ്ങും എത്തത്തില്ലെന്നും പറഞ്ഞ് സ്തോത്രം നമ്മുടെ ലൈഫിനെ ഹല്ലേലൂയ സ്തോത്രം ടോട്ടലി സ്തോത്രം ഡെപ്സ്റ്റ് ആക്കുന്ന ചില മേഖലഘട്ടം വിളിച്ചു പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ ആടി ഉലയുന്ന ഒരു കപ്പൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ടെസ്റ്റുകളും കർത്താവിന്റെ ദാസനെ ഓരോ സാക്ഷ്യമാക്കി മാറ്റുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവികമാകുന്ന ചില കരുതലുകൾ, ദൈവികമാകുന്ന ചില കരങ്ങൾ, അതെ നിങ്ങളിൽ ഉണ്ടാകുന്ന ചില ഭയങ്ങൾ, ഈ വചനം ഞാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഒരിക്കലും ഭൂമിയെ മുക്കിക്കളയത്തില്ല. അതെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ, നിങ്ങൾ അനുഭവിച്ച മരണത്തെ മുഖാമുഖമായി കണ്ട ചില പല അവസ്ഥകൾ ഇനി ഒരിക്കലും നിങ്ങളെ മുക്കിക്കളയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അങ്ങനെ ഒരു ഭയം ഹൃദയത്തിന്റെ ആഴത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എടുത്തു കളയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ മുന്നോട്ട് പിടിച്ചോണം, മുറുകെ പിടിച്ചോണം. സ്തോത്രം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളണം. ഇത് ദൈവത്തിന്റെ പ്രോമിസ് കർത്താവിന്റെ ദാസനെ ഈ ദിവസങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ ചില പ്രോമിസുകളൊക്കെ വെളിപ്പെടാൻ പോവുകയാ. ചില പ്രോമിസുകളൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം പറയുന്നു. അതിന്റെ ഹല്ലേലൂയ സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം അതിനുള്ള ദിനരാത്രങ്ങൾ മുന്നിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അതെ നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് പറഞ്ഞത്, നീ വെള്ളത്തിൽ കൂടെ കിടക്കും. സ്തോത്രം നിന്റെ നേരെ കവിയുകയില്ല.
നീ നദിയിൽ കൂടെ കടന്നാലും അത് നിന്നെ വിഴുങ്ങിക്കളയത്തില്ല. അത് ദൈവമക്കളെ, ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാം, പക്ഷെ നിങ്ങളെ തൊടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദനകൾ കടന്നു വരാം, തൊടുവാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരാം, തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. വേദനകൾ കടന്നു വരും, പക്ഷെ തൊടുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അനുവദിക്കത്തില്ല. അതെ, രേഷ്മ കാലിക്കട്ട്, എനിക്കറിയത്തില്ല കർത്താവദാസി, ഞാൻ പ്രാരംഭമാണ് നിങ്ങളെ കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ആലോചന അറിയിക്കുന്നു. അതിൽ അനുഭവിച്ച വേദനകൾ, അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതെ, നിന്റെ ദുഃഖകാലം തീർന്നു പോയെന്നും, ഹല്ലേലൂയ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നും പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം ആ കർത്താവിന്റെ ദാസിയെ നോക്കി ആലോചന അറിയിക്കുന്നു. ജീവൽ അത് ദുഃഖകാലം തീർത്തു കളയുന്ന, സ്തോത്രം, കണ്ണുനീരിന്റെ, ഹല്ലേലൂയ, വേദനയുടെ അവസ്ഥകളെ തുടച്ചു കളയുന്ന ദൈവ സാന്നിധ്യം ആ കർത്താവിന്റെ ദാസിയുടെ ലൈഫിനകത്തേക്ക് വെളിപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. സ്തോത്രം. തീർന്നു പോയെന്ന് പറയുന്നിടത്ത്, ഇല്ലാതായി എന്ന് പറയുന്നിടത്ത്, എവിടെയൊക്കെയോ നീരുറവ തുറക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരത്തിന്, ഹല്ലേലൂയ, ശക്തിയുണ്ട് ദൈവമക്കളെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കാള തന്റെ ഉടയവനെ അറിയും, കഴുത തന്റെ യജമാനനെ അറിയും. സ്തോത്രം. മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങളുടെ കാലം അറിയും. പക്ഷെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, എന്റെ ജനം അറിയുന്നില്ല. അത് ചില തിരിച്ചറിവുകൾ കർത്താവിന്റെ ദാസി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ചില, ഹല്ലേലൂയ, വ്യക്തികളുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കാൻ പോകുക. ചില തിരിച്ചറിവുകൾ, ഹല്ലേലൂയ, സ്തോത്രം, ചില തിരിച്ചറിവുകൾ കൊടുക്കാൻ പോകുക. മറന്നുപോയതിനെ, ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞതിനെ, ചിലതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം ആ പ്രിയ കർത്താവിന്റെ ദാസിയുടെ ലൈഫിനകത്തേക്ക് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആഴത്തിലുള്ള വേദനകൾ മാറുവാൻ, ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നും, അത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന നല്ലൊരു ഭാവി അത് നിങ്ങളുടെ ലൈഫിനെ എതിരേൽക്കാൻ പോകുകയാണെന്നും ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആലോചന കൈമാറുമ്പോൾ, സ്തോത്രം, വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. അത് നോഹയുടെ വെള്ളം ഇനി ഭൂമിയെ മുക്കിക്കളയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെട്ടതൊന്നും നിങ്ങളുടെ ലൈഫിനകത്തേക്ക് കയറി വരത്തില്ല. സ്തോത്രം. തലമുറയുടെ ഭാവി എന്താകുമെന്നും, സ്തോത്രം, അവരുടെ യാത്ര എന്താകുമെന്നും, അവരുടെ വിഷയങ്ങൾ എന്താകുമെന്നും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളുടെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനകളും, നിങ്ങൾ അനുഭവിച്ച ചില വ്യതകളും, സ്തോത്രം, നിങ്ങളുടെ തലമുറകളെ തൊടാതെ വണ്ണം, ഹല്ലേലൂയ, അതെ, നോഹ അനുഭവിച്ചത് അവിടം കൊണ്ട് നിന്നു. ഇനി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു കണക്ടിവിറ്റി കാണിക്കുന്നു. അതെ, ഹല്ലേലൂയ, സ്തോത്രം, മിസ്രൈമിൽ പാർത്തിരുന്ന ഇസ്രായേലിനെ ആകമാനമാടി, സ്തോത്രം, സ്തോത്രം, ഭയത്തിലാഴ്ത്തിയ ഒരു വിഷയമാണ് നൈല്. സ്തോത്രം. ഈ അതേ നൈലിൽ കൂടെ, ഹല്ലേലൂയ, അതേ നൈലിന്റെ, സ്തോത്രം, പരപ്പിൽ കൂടെ ഒരു കുഞ്ഞ് ഒഴുകിപ്പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നത് ഇങ്ങനെയാ. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾ, സ്തോത്രം, നൈലിന്റെ അടിത്തട്ടില് ശ്വാസമില്ലാതെ, ഹല്ലേലൂയ, മരണത്തോട് മല്ലടിക്കുമ്പോൾ, സ്തോത്രം, ഒന്നും അറിയാതെ ഒരു പിഞ്ചു പൈതന്റെ അതിനെ, സ്തോത്രം, ഹല്ലേലൂയ, പരപ്പിലൂടെ ഒഴുകി നടക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. ചില തലമുറകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ചില പെട്ടകങ്ങൾ, ചില മാതാപിതാക്കളുടെ പ്രാർത്ഥനകളാണെന്ന് ഈ രാത്രികാലം നിങ്ങൾ ആ ദൂതിനെ ഏറ്റെടുത്തോ ദൈവമക്കളെ. നിങ്ങളുടെ തലമുറകൾ എവിടെയാണെങ്കിലും, നിങ്ങളുടെ തലമുറകൾ ഏത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഏത്, സ്തോത്രം, അപകട പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഒരു പെട്ടകം എന്ന നിലവാരത്തിൽ, ഒരു നിയോഗത്തോടെ, അതെ, ഹല്ലേലൂയ, സ്തോത്രം, വചനത്തിൽ നിൽക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്ന ചില മിരിയാമ്മാരെ എഴുന്നേൽപ്പിക്കത്തക്ക നിലവാരത്തിൽ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആരും അങ്ങനെ പ്രസംഗിച്ചില്ല. പരിശുദ്ധം കാണിക്കാം, മിരിയാമിന്റെ ഒരു ദൗത്യം തന്റെ മാതാവ് കൊടുത്തയച്ചു. സ്തോത്രം. ഈ കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാകുന്നത്? മിരിയാം ആറെടുക്കു നിന്നാ കടന്നു പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ മാതാവിന്റെ അടുക്കൽ നിന്നാ കടന്നു പോകുന്നത്. എന്നാൽ മിരിയാം ഒരു കാര്യം ചെയ്തു. അവൾ ആ ദൗത്യം പൂർത്തീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തന്റെ മാതാവിന്റെ കരത്തിൽ തന്നെ ആ കുഞ്ഞിനെ സുരക്ഷിതമായി മടക്കി കൊടുക്കുന്ന നിലവാരത്തിൽ. അതെ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ഹല്ലേലൂയ, ചില, ഹല്ലേലൂയ, സ്തോത്രം, ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, സ്തോത്രം, നിങ്ങളുടെ കരങ്ങളിലേക്ക് കൈമാറുമ്പോൾ, സ്തോത്രം, ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ പൂർണ്ണ വിജയം മടക്കി കൊടുക്കുന്ന നിലവാരത്തിൽ ചില മിരിയാമാരുടെ ദൗത്യമായ ചില സ്ത്രീകളെ, ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മിരിയാം ചെയ്തത് ഇപ്രകാരമാ. സ്തോത്രം. ഹല്ലേലൂയ. ആ നൈലിൽ കൊണ്ട് ഒഴുക്കി വിട്ടിട്ട് മിരിയാം തന്റെ പാട്ടിന് പോയില്ല. മിരിയാം ആ കുഞ്ഞിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സ്തോത്രം മിരിയാം തന്റെ ആ കുഞ്ഞിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. മിരിയാം ആ കുഞ്ഞിന്റെ ഓരോ മൂവ്മെന്റുകളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം അവനെ എവിടെ എത്തുമെന്നും അവനെ എങ്ങനെ എത്തുമെന്നും ഹല്ലേലൂയ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ കൊടുത്ത് സ്തോത്രം അവൾ അടുത്ത പടി അവനെ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം ആ ഫറവോന്റെ പുത്രിയുടെ സ്തോത്രം മുഖത്തെ വാത്സല്യം കണ്ടിട്ട് സ്തോത്രം മിരിയാം തന്റെ സഹോദരന്റെ അടുത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുക, ഈ കുഞ്ഞിനെ മുല കൊടുത്ത് വളർത്തുവാൻ ഒരു മാതാവിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില നിയോഗങ്ങളെ ചിലർ പൂർത്തീകരിക്കാൻ പോവാ ദൈവമക്കളെ. സ്തോത്രം പാതി വഴിയിൽ വെച്ച് നിയോഗങ്ങൾ അവസാനിക്കുവാൻ ദൈവത്തിന്റെ ആത്മ വിട്ടുകൊടുക്കത്തില്ല. അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ട വാക്തത്വം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോകുകയാ. മിരിയാം ആ കുഞ്ഞിനെ മേടിച്ച് സ്തോത്രം ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിരുന്ന തന്റെ മാതാവിന്റെ അടുക്കിലേക്ക് മടക്കി കൊടുത്തതുപോലെ സ്തോത്രം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് ഹല്ലേലൂയ ഒരു പൂർണ്ണ സന്തോഷത്തിലേക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങളെ മടക്കി കൊടുക്കുന്ന നിലവാരം ചില അഭിഷക്ത ഹല്ലേലൂയ സ്തോത്രം കുടുംബത്തിലേക്ക് ചില അഭിഷക്തന്മാരിലേക്ക് അങ്ങനെയുള്ള ചില നിയോഗങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. ഉടവല വൈശ്യംധരാധന ഘടകരധന അധരാധന ഘടകരധന ജീവന വൈഡധനാധന ഗന്ധരാധന ഘടകരധന. അതെ, അത് നിങ്ങളുടെ അടുക്കൽ വരുന്ന സ്തോത്രം ഒരു വ്യക്തി പോലും നിരാശപ്പെടുത്തരുത്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു അങ്ങനെയുള്ളൊരു നിയോഗം. അതെ, കർത്താവിനെ കണ്ടവരും അവനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചെന്ന് നിങ്ങളുടെ അടുത്ത് ഒരു വിഷയം വന്നിട്ട് ആ പാസ്റ്ററിന് കഴിവില്ല അല്ലെങ്കിൽ ആ ദൈവദാസിക്ക് കഴിവില്ലെന്ന് പറയുന്നത് പോലല്ല. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന്. ഓ ജീസസ്. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കും ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. അങ്ങ് ആരാമിൽ കിടക്കുന്നവൻ വരെ അറിയുമെന്ന്. ദൈവമക്കളെ എന്റെ ഭാഷ അങ്ങനെ കടക്കുന്നതല്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചിരിക്കുക ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന്. ഇസ്രായേലിലല്ല അറിയാൻ പോകുന്നത്, ആരാം രാജ്യം അറിയാൻ പോകുകയാ. അതെ, ശത്രു സൈന്യം അറിയാൻ പോകുകയാ. ഹല്ലേലൂയ. സ്വതം നിനക്കെതിരെ അമ്പുകൾ തുറക്കുന്നവൻ, അല്ലെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടാൻ നോക്കുന്നവൻ, അല്ലെങ്കിൽ നിന്നെ ഒതുക്കാൻ നോക്കുന്നവൻ, സ്തോത്രം നിന്റെ ശുശ്രൂഷയ്ക്ക് അതിര് പറയുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധാത്മാവ് കാണിക്കുന്ന എങ്ങനെയാ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന്. ഹല്ലേലൂയ. ആരാം സൈന്യാധിപൻ വരെ അറിയാൻ പോകുകയാ. സ്തോത്രം ജോയ്സ് ആന്റി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ചില ഇന്റർമീഡിയറ്റുകളൊക്കെ തകരാൻ പോകുകയാ. എനിക്കറിയത്തില്ല, എവിടെയോ ദൈവസന്നിധിയിൽ നിന്ന് ചിലരെ വലിച്ചു കൊണ്ടുപോകുന്ന ചില സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്ന എങ്ങനെയാ നടുക്ക് നിൽക്കുന്ന ചില മേഖലകൾ ദൈവത്തിന്റെ പർവ്വതം ഉരുകി മാറുന്നത് പോലെ ഉരുകി മാറാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആന്റി പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് താൽക്കാലികമായി സ്തോത്രം ചില വേദനകളായിരിക്കും, പക്ഷേ സ്തോത്രം അങ്ങനെ ചിലത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ കുടുംബത്തിനകത്ത് വലിയ ഡെലിവറൻസ് വെളിപ്പെടാൻ പോവുകയാ. ഉടവല വൈഡധനാധന ശംധരധന ഘടകരധന. ചിലരൊക്കെ ലൈഫിൽ നിന്ന് പരിശുദ്ധാത്മ എങ്ങനെയാണെങ്കിൽ ചിലരുടെയൊക്കെ ലൈഫിൽ നിന്ന് അങ്ങനെയുള്ള ചില മേഖലകൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില സ്തോത്രം ഹല്ലേലൂയ എന്താ പറയുന്നത് ചില സ്തോത്രം സ്വാധീനങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന അതെ മറ്റ് ദൈവത്തിന്റെ വാക്കുകളെക്കാൾ ഉപരി സ്തോത്രം അങ്ങനെയുള്ള ചില വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു അങ്ങനെയുള്ള ചില മേഖലകൾ ആ കുടുംബത്തിലെ അതിന്റെ പ്രിയപ്പെട്ടവരെ വിട്ട് അഴിഞ്ഞു മാറുമ്പോൾ സ്തോത്രം കർത്താവിദാസി നിങ്ങൾ കേട്ട വാക്തത്വത്തിലേക്ക് നിങ്ങളുടെ പെട്ടകം ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കും. ഉടവന വൈഡധനാധന ശംധര ഹത്തരധനഘടകരധന. ദൈവശബ്ദം കേട്ട പെട്ടകത്തിനകത്തേക്ക് കിടന്നത്, പക്ഷെ ഇപ്പോഴും അലഞ്ഞു നിന്ന് നടക്കുകയാ. അതെ, പെട്ടകം അങ്ങും ഇങ്ങും എത്താതെ നടക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്ന എങ്ങനെയാ സമയമാവുമ്പോൾ ഒരു അരരാത്ത് കർത്താവിന്റെ ദാസി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവത്തിന്റെ ദാസിക്ക് വേണ്ടി ഒരു അരരാത്ത് പർവ്വതം സ്തോത്രം അങ്ങ് ദൂരവേ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അരരാത്ത് പർവ്വതം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ദിനരാത്രങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ചില അരരാത്ത് പർവ്വതങ്ങൾ ഇപ്പോൾ നമുക്ക് കണ്ണിന് മുമ്പിൽ സ്പഷ്ടമായി വെളിപ്പെടുന്നില്ല എങ്കിൽ തന്നെയും സ്തോത്രം ഈ പെട്ടകം ചെന്ന് ഉറക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു അരരാത്തിനെ അവിടെ ഒരുക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഞാൻ എടുത്ത വചനത്തിൽ നിന്ന് അങ്ങും ഇങ്ങോട്ട് പോയെന്ന് വിചാരിക്കുന്നതേ. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്ന ചില വചനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ചില സ്തോത്രം വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു പോവുകയാ. അങ്ങനെയുള്ള ചില കുടുംബങ്ങള് ഈ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് വിടുതലിലേക്ക് കടന്നു വരാൻ പോകുകയാ. അത് ഇന്റർമീഡിയറ്റ് ആയിട്ട് എവിടെയോ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ വിളി ലഭിച്ച കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട പ്രിയപ്പെട്ടവരാണ്, ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട അഭിഷക്തന്മാരാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു എവിടെയോ എന്തൊക്കെയോ നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാതെ വണ്ണം ഹല്ലേലൂയ തടഞ്ഞു വെക്കുന്ന ചില മേഖലകൾ സ്തോത്രം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രിക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചു അഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ 40 ദിനക്കാല ഉപവാസത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാമോ? അവൻ വളരെ തന്ത്രശാലിയാണ്. ആരാണ്? സാത്താൻ.
പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അഭിഷക്തന്മാരുടെ കയ്യിൽ പോലും സ്തോത്രം ലോകം മുഴുവൻ കരങ്ങളിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു സാധനം കൊടുത്തേക്കുക. സോ നിങ്ങൾക്കറിയാമോ, ചിലര് വാർത്ത കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർ ദൈവവചനം കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില മേഖലയിലേക്ക് കടന്നു പോയിരിക്കുകയായിരിക്കും. സ്തോത്രം സ്തോത്രം. വചനം വിട്ടുമാറിയാൽ, ഹല്ലേലൂയ, തിരുവെഴുത്ത് വിട്ടുമാറിയാൽ സ്തോത്രം നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ ശുശ്രൂഷയിൽ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. തിരിച്ചറിയണം അവന്റെ തന്ത്രങ്ങളെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാനും കർത്താവിന്റെ ദാസനും അത് ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. കരം കോർത്ത് പിടിച്ച നിമിഷങ്ങൾ, മണിക്കൂറുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞങ്ങളുടെ ലൈഫിനെ സ്വാധീനപ്പെടുത്തുവാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു വസ്തുവും വേണ്ട, ഒരു വ്യക്തിയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടൊന്ന് ഹല്ലേലൂയ പറയാമോ? ഈ രാത്രികാലം തീരുമാനമെടുത്ത ദൈവമക്കളെ, സ്തോത്രം. ഈ ഒരു പ്ലാറ്റ്ഫോം അതിനുവേണ്ടി എന്താണെന്നറിയാമോ? കർത്താവിന്റെ വരവ് ഏറ്റവും എടുത്തു. ഹല്ലേലൂയ. ചെത്തി വെടുപ്പാക്കേണ്ടതിനെ ചെത്തി വെടുപ്പാക്കണം, മാനപാത്രമാക്കേണ്ടതിനെ മാനപാത്രമാക്കണം. അതാണ് തിരുവചനം പറഞ്ഞത്. വെട്ടുകല്ല് കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ ആലയമണിക്ക് വേണ്ടി കടന്നു വന്നെങ്കിൽ, സ്തോത്രം, ചില അഭിഷക്തരെ അങ്ങനെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാ. സ്തോത്രം. ലോകം നോക്കും കുറവുണ്ടോന്ന്. പൗലോസ് പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്ന ഇങ്ങനെയാ. സ്തോത്രം. ഹല്ലേലൂയ. വിരോധി നമ്മെ കൊണ്ട് സ്തോത്രം ഒരു തിന്മയും പറയാൻ വയ്യാതെ ലജ്ജിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സകല സൽപ്രവർത്തിക്ക് മാതൃകയാക്കിക്കൊള്ളണം. തീത്തോസിനോട് പൗലോസ് അഡ്വൈസ് പറഞ്ഞു കൊടുക്കുകയാ. ഈ ദിവസങ്ങളിൽ രാത്രികളിൽ നിങ്ങൾ ഏറ്റെടുത്തോ, എന്നെ കൊണ്ട് ഒരു അപവാദിയും സ്തോത്രം ഒരു തിന്മയും പറയാൻ കഴിയാതെ വണ്ണം ലജ്ജിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ സകല സൽപ്രവർത്തിക്ക് മാതൃകയായിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പ്ലാറ്റ്ഫോം ഒരിക്കലും ഒരു സാത്താന്റെ ആയുധമായി മാറരുത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അവന്റെ ആയുധമായി മാറരുത്. സ്തോത്രം. നമ്മൾ ഉപയോഗിക്കുന്ന സ്തോത്രം ഈച്ച് ആൻഡ് എവരിതിങ് ഒന്നും സ്തോത്രം അവന്റെ ആയുധമായിട്ട് കൺവേർട്ട് ആകരുത്. സ്തോത്രം. അങ്ങനെയുള്ള ചില അഭിഷക്തർക്ക് വേണ്ടി പരിശുദ്ധാത്മ വിളിച്ചു പറയും, ഈ സ്തോത്രം ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിമിഷങ്ങളിൽ എടുത്ത് ഉപയോഗിക്കത്തക്ക നിലവാരത്തിൽ എന്തൊക്കെയോ ഒരു ചലനങ്ങൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഭവിക്കും ദൈവമക്കളെ. ചിലരുടെ ലൈഫിനകത്ത് അത് വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. 40 7 3 ഇരിക്കുന്നത് വെറുതെ അല്ല. സ്തോത്രം. അത് വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം കൊടുക്കുവാൻ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവസന്നിധിയിൽ കരയുവാൻ നിങ്ങളുടെ കണ്ണുനീരും സ്തോത്രം കൊടുക്കുവാൻ നിങ്ങളുടെ സമയമുണ്ടെങ്കിൽ, സ്തോത്രം ദൈവമക്കളെ, നിങ്ങൾ അറിയത്തില്ലാത്ത, നിങ്ങൾ എത്തപ്പെടാത്ത, അല്ലെങ്കിൽ സ്തോത്രം നിങ്ങൾ ആഗ്രഹിക്കാത്ത, അതേ കർത്താവിന്റെ ജോയ്സ് ആൻഡ് ദൈവത്തിന്റെ അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മറന്നുപോയ ചില വിഷയങ്ങളിൽ പോലും മറുപടി തരുവാൻ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നിലവിളിക്കണമേ. ഈ രാത്രികാലം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹല്ലേലൂയ ലൈഫ്, ഹല്ലേലൂയ, ചില കുടുംബങ്ങളെ തേടി, ചില കുഞ്ഞുങ്ങളെ തേടി കടന്നു വരുന്നത് പോലെ സ്വന്തം ദൈവത്തിന്റെ അങ്ങനെ തന്നെ കാണിക്കുന്നു. അതെ, വിടുവിക്കുവാൻ അവന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ തകർക്കുന്ന രാജരാജന, അവനാ നിങ്ങൾക്ക് മുമ്പേ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആലോചന ഭയങ്കരമാണ്. സ്തോത്രം. ആ എബൂസ്യ മല എങ്ങോട്ട് തരാൻ പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. എബൂസ്യ മല അടക്കിയതിനു ശേഷം ദാവീദ് പെട്ടകവുമായിട്ട് കടന്നു പോകുമ്പോ പറയുക, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ നിങ്ങൾ ഉണർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ. ഹല്ലേലൂയ. ഓ, അത് സൈന്യങ്ങളുടെ യഹോവ തന്നെ. അതെ, സ്തോത്രം. അടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, ഹല്ലേലൂയ, നൃത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത് രാജാവ് പ്രവേശിക്കുവാൻ നിങ്ങളുടെ തലകളെ ഉയർത്തുവാൻ ദാവീദ് വിളിച്ചു പറയുകയാ. അതെ, ഹല്ലേലൂയ. ചില അടക്കുവാൻ, ചിലത് കൊടുക്കുവാൻ, സ്തോത്രം. അതെ, ചില നന്മകൾ അനുഭവിക്കുവാൻ, ചില കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവ സാന്നിധ്യം ഇടിച്ചിറങ്ങുകയാ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വാറ്റത്വത്തിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോകുകയാ. ഹല്ലേലൂയ. 430 വർഷം പുറകെ കേട്ട വാറ്റത്വമായി യോസഫിന്റെ അസ്ഥി, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോയതെങ്കിൽ അത് ചിലരുടെ അസ്ഥികളെ പോലും, ഹല്ലേലൂയ, സ്തോത്രം, മണ്ണോട് മണ്ണായതിനെ പോലും, ഹല്ലേലൂയ, പ്രതീക്ഷ അറ്റതിനെ പോലും, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു ചാൻസ് ഇല്ലെന്ന് പറഞ്ഞതിനെ പോലും ആ വാറ്റത്വത്തിലേക്ക് ഹല്ലേലൂയ നടത്തുവാൻ, ആ വാറ്റത്വത്തിലേക്ക് അടുപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുള്ള രാത്രികാലമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.
നിങ്ങൾ ആ സ്തോത്രം എനിക്കറിയത്തില്ല, വളരെ ഒരു സ്ട്രെയിൻ ഉണ്ട്. പക്ഷേ ഈ രാത്രിക്കാലം ചിലതൊക്കെ വിടുതൽ പ്രാപിക്കാൻ പോകുക, ചിലർക്ക് സ്തോത്രം ഒരു അസാധാരണമാകുന്ന ദൈവികമാകുന്ന പവറിലേക്ക് എത്തപ്പെടാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്തോത്രം എന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുത്തു. സ്തോത്രം. പക്ഷേ അവിടുന്ന് എനിക്ക് കിട്ടിയ റിപ്ലൈകൾ വളരെ സ്തോത്രം ഹല്ലേലൂയ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഹല്ലേലൂയ, എന്നോട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഹല്ലേലൂയ, അപ്പോൾ തന്നെ ഞാൻ അതിനെല്ലാം റിപ്ലൈ കൊടുത്തു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ചില വെറ്റുകളെ നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ട് തരാൻ പോകുക. സ്തോത്രം, അതിൽ ചില കുടുംബങ്ങളെ കണക്ട് ആക്കാൻ പോകുക. എനിക്കറിയത്തില്ല, സ്തോത്രം നിങ്ങൾ സ്തോത്രം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു മറന്ന ചില കുടുംബങ്ങളെ, വർഷങ്ങളായിട്ട് ബന്ധമുള്ള ചില എന്നാൽ അറ്റുപോയിട്ടിരിക്കുന്ന ആ ഒരു റിലേഷൻ നഷ്ടപ്പെട്ട ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ചിലരുമായിട്ട് വീണ്ടും റീഅറ്റാച്ച് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയൊക്കെ ചില നന്മകൾ ചിലരുടെ കുടുംബത്തിനകത്ത് കൂടാരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഈ രാത്രിക്കാലം പ്രാർത്ഥിച്ചു, അങ്ങനെയുള്ള ചില ഡെലിവറൻസ് ഒക്കെ ചിലരുടെ ഫാമിലിക്കകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിൻപറ്റുന്ന ചില ആക്സിഡന്റ് സ്പിരിറ്റുകളൊക്കെ വഴിമാറാൻ പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം, വിശ്വാസത്തോടെ നിങ്ങളുടെ കാലുകളെ എടുത്ത് വെച്ചോണം. ഈ രാത്രികാലം അങ്ങനെയുള്ള ചില രാത്രിയാ. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, നിന്റെ മേലെ യഹോവ ഉദിക്കും. അതെ, ഹല്ലേലൂയ, ചിലരുടെ മേൽ യഹോവ ഉദിക്കാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ചിലത് അവകാശം വിഭാഗിക്കാൻ പോകുകയാ. അനേകരോട് കർത്താവിന്റെ രക്ഷാ സുവിശേഷം അറിയിക്കത്തക്ക നിലവാരത്തിൽ ചിലരെ അഭിഷേകം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എവിടെയും എത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത ദൈവം എത്തിക്കാൻ തുടങ്ങുന്നത്. സ്തോത്രം, അവിടെ നിന്നൊന്നും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്തുന്ന ദൈവം വല്ലത് ചെയ്യാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഈ രാത്രികാലം ആ വചനത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ചില അസ്ഥികളൊക്കെ വാറ്റത്വത്തിലേക്ക് ചലിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ചില അസ്ഥികളിലും ഹല്ലേലൂയ സ്തോത്രം അവസാനിച്ചെന്ന് പറഞ്ഞെടുത്തും വെളിപ്പെട്ട ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, വാറ്റത്വത്തിലേക്ക് നടന്നതുപോലെ ചില പ്രിയപ്പെട്ടവർ വാറ്റത്വത്തിലേക്ക് നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എത്തത്തില്ല, അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ ചില മേഖലകൾ നിങ്ങളുടെ കരത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രികാലം പ്രാർത്ഥിച്ചോണം. സ്തോത്രം, ചിലതിനെയൊക്കെ നേടുവാൻ, ചിലരോടൊക്കെ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ. അതെ, ടീജ കർത്താവിന്റെ ദാസി പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം, അതെ, അസ്ഥികൾ വാറ്റത്വത്തിലേക്ക് നടന്നെങ്കിൽ സ്തോത്രം ചില സമയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു തരാൻ പോവുക. നഷ്ടപ്പെട്ട ചില സമയങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെ, ഒരു ഹോപ്പ് ഇല്ലാത്ത ചില സമയങ്ങൾ തിരിച്ചു തരാൻ പോകുക. പ്രൈസ് ലോ. അത് സ്തോത്രം മാക്സിമം നല്ല നിലവാരത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണേ കർത്താവിന്റെ ദാസി. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ചില നിലവാരത്തിലേക്ക് ചില നഷ്ടപ്പെട്ട സമയങ്ങളെ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. സ്തോത്രം, അത് നിങ്ങളുടെ കരങ്ങളിൽ തന്ന് സ്തോത്രം നിങ്ങളുടെ വാറ്റത്വത്തിലേക്ക് നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം സ്റ്റെപ്പ് എടുത്തു. അതെ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ്, നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില ബന്ധങ്ങളെ മടക്കി തന്ന് ദൈവത്തിന്റെ നിങ്ങളുടെ വാറ്റത്വത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നോ പറഞ്ഞു പോയത് മടങ്ങി വരാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. അങ്ങനെയുള്ള ചില കൂടാരങ്ങളെ തേടി വരാൻ പോവാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസി, ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോ കേട്ടെടുത്ത് ഹല്ലേലൂയ നോ എന്ന് പറഞ്ഞ് പോയെടുത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതെ സ്തോത്രം, ആ കൂടാരത്തിലേക്ക് അത് മടങ്ങി വരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ വാറ്റത്വം നിവൃത്തിയായിരിക്കുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഉടവന വൈഡതനാഥനക ശന്ധരനകടകരനഹ. ഹല്ലേലൂയ. നിങ്ങളുടെ വാറ്റത്വത്തിലേക്ക് ദൈവം നിങ്ങളെ എടുത്ത് ഉയർത്താൻ പോകുന്ന സ്തോത്രം ഒരു വർഷമാണ്. ആ വർഷത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണോ? ശക്തിയോടെ പ്രാർത്ഥിച്ചോണം, ആത്മാവിൽ ആരാധിച്ചോണം. കർത്താവിദാസി ദൈവത്തിന്റെ മറിയ ഒരു വാറ്റത്വം കേട്ടു. പക്ഷെ വാറ്റത്വം കേട്ടിട്ട് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു മേഖല ഉണ്ടെങ്കിൽ ആ കർത്താവിന്റെ ദാസിയുടെ ലൈഫിലാണ് സംഭവിച്ചത്. ദിവസങ്ങളിൽ കേട്ട് നിങ്ങളുടെ വാറ്റത്വം നിങ്ങളെ അടക്കിയിരുന്നതല്ല, നിങ്ങളുടെ വാറ്റത്വം നിങ്ങളെ ചലിപ്പിക്കാൻ പോവുകയാ. സ്തോത്രം, ആ ദേശത്തിനൊരു വിടുതലായി, ഹല്ലേലൂയ, പട്ടണത്തിനൊരു വിടുതലായി. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ചില ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയിൽ പോലും വലിയൊരു വിടുതല് കർത്താവിന്റെ ദാസിയിലൂടെ വെളിപ്പെടുന്നെന്നും അതൊരു സാക്ഷ്യമായി മാറുമെന്നും ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സർക്കിളിന്റെ അകത്ത് വലിയൊരു ചേഞ്ച് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ചില നിലവാരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ഈ രാത്രികാലം സ്വതം സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി സ്തോത്രം ചില വിടുതലുകളെ അയക്കുമെന്നും പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിദാസി ആതിര പ്രസാദ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഹല്ലേലൂയ. തലമുറകളെ കുറിച്ചുള്ള ആകുലതകൾ, പ്രൈസ് ദി ലോർഡ്, ഭാരങ്ങൾ, സ്തോത്രം, പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന
സ്തോത്രം പെട്ടെന്ന് ഹല്ലേലൂയ ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന ചില നിലവാരങ്ങൾ. ആ സ്തോത്രം ഡിവൈസിലായിരിക്കുന്ന ആ മാതാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹലോ, ദൈവശബ്ദം എന്നോട് അറിയിക്കണമേ, ഞാൻ കേൾക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണെന്ന് ദൈവത്തോട് അറിയിച്ച അതേ ദൈവശബ്ദം അങ്ങനെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് ഹല്ലേലൂയ തലമുറകളുടെ ചില വിഷയങ്ങളുടെ മധ്യേ വേഗത്തിലുള്ള ചില ഡെലിവറൻസുകൾ വരുത്തി തരുവാൻ എന്റെ ദൈവം പ്രാർത്ഥന ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കൊണ്ടുപോകും എന്ന് വാദിച്ചു നിൽക്കുമ്പോൾ നോ, വിട്ടുതരത്തില്ല, അതെന്റെ അവകാശമാണെന്ന് പറയണം. നീതിമാന്റെ അവകാശത്തിൽ ദുഷ്ടന്റെ ചെങ്കോലിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിയോടെ പ്രാർത്ഥിച്ചെങ്കിൽ, അവകാശത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ അവന്റെ ചെങ്കോലുകളൊക്കെ യഥാസ്ഥാനത്ത് ഇളകി മാറുന്ന സ്തോത്രം ചില നിമിഷങ്ങൾ മുന്നിലുണ്ട്. ദൈവത്തിന്റെ അനുമാനിക്കുന്ന ചില ഉപവാസങ്ങൾ, അതെ, ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നേർന്നിരിക്കുന്ന ചില ഉപവാസങ്ങൾ, ദൈവത്തോടെടുത്ത തീരുമാനങ്ങൾ, ചില ഉപവാസങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ജീവിതത്തിന്റെ അകത്തും സ്തോത്രം താൻ ഭാരപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന വിഷയങ്ങളുടെ അകത്തും വലിയൊരു ഡെലിവറൻസ് ആയി മാറും. സ്തോത്രം. ഹല്ലേലൂയ. ശക്തിയോടെ പ്രാർത്ഥിക്കണം. വലിയ മാറ്റങ്ങൾ, വലിയ സ്തോത്രം സന്തോഷത്തിന്റെ ആനന്ദകരമായ അവസ്ഥകൾ തരുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഉപവാസിക്കണം കർത്താവിന്റെ ദാസി. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെയാ പറഞ്ഞത്. സാഹചര്യം കാണത്തില്ല, പ്രാർത്ഥിക്കണമെന്ന് ഓർക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. അല്ലെങ്കിൽ സമയങ്ങൾ മാറ്റി ധരിക്കുമ്പോൾ സ്തോത്രം അതിന് കഴിയാതെ വണ്ണം നമ്മുടെ സമയത്തെ ടോട്ടലി ചേഞ്ച് ചെയ്യുക. അങ്ങനെയുള്ള ചില വേദനകൾ ആ ഭവനം വിട്ട് കഴിഞ്ഞ് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ സ്തോത്രം എന്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആരെ കുറിച്ച് പറഞ്ഞോ അവരയച്ചു കൊടുത്ത സമ്മാനങ്ങൾ കൊണ്ട് യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നതുപോലെ അതേ തലമുറകളുടെ വിഷയത്തിൽ വീണ്ടും ചൈതന്യം വരുവാൻ സ്തോത്രം ഹല്ലേലൂയ ആ സ്തോത്രം ആ ഫാമിലിക്കകത്തേക്ക് ദൈവികമാകുന്ന ഡെലിവറൻസ് വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയത്തില്ല. അതെ, പിതാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇനി ഉണ്ടാകത്തില്ല. സ്തോത്രം. അങ്ങനെ ഒരു ഭാരം ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല. ദിവസങ്ങളിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. അവർക്ക് വേണ്ടി ചലിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, വേദനയ്ക്കൊരു മറുപടിയുണ്ട്. സ്തോത്രം. നമ്മൾ അനുഭവിച്ച ദുഃഖത്തിനൊരു മറുപടിയുണ്ട്. ആ ദൈവ സാന്നിധ്യം നിങ്ങളെ നടത്തിക്കൊണ്ട് പോകുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്ന ഇങ്ങനെ ചില വാക്യങ്ങളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല, വാക്യങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരുള്ള ദൈവത്തിന്റെ ആലോചന പറയുന്നു നിങ്ങളുടെ വാക്യങ്ങളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അത് ഒരിക്കലും നിർത്തരുത്. ദൈവത്തിന്റെ അതിനകത്തൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. എനിക്കറിയത്തില്ല, അസാധാരണമാകുന്ന ഒരു ദൈവികമാകുന്ന പവർ സ്തോത്രം ചിലർ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വെളിപ്പെട്ട് വരും. ഈ രാത്രികാലം അങ്ങനെ പ്രാർത്ഥിച്ചോണം. അങ്ങനെയുള്ള ചില ഡെലിവറൻസുകൾ ചില കുടുംബത്തിനകത്തേക്ക്, ചില കൂടാരത്തിന്റെ അകത്തേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധാനത്തിൽ നിലവിളിക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യ ഇറങ്ങി വരാൻ പോകുക ദൈവമക്കളെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഞങ്ങൾക്കും കാലാവസ്ഥയുടെ വലിയ പ്രതികൂലങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ അനുഭവിക്കണം. നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കണം, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ അനുഭവിക്കണം, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഞരമ്പുകളിൽ നമ്മൾ അനുഭവിക്കണം, നമ്മൾ ആയിരിക്കുന്ന സമസ്ത മേഖലകളിൽ നമ്മളത് അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതതിനെ വ്യത്യസ്തമാക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതതിനെ വ്യത്യസ്തമാക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, സ്തോത്രം ചിലരുടെ ലൈഫിനെ ദൈവം ടോട്ടലി ചേഞ്ച് ചെയ്യുന്നു. ഈ രാത്രികാലം സ്തോത്രം ഈ ഒരു വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് കാണിച്ചത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ചിലരുടെ ലൈഫിനകത്ത് ടോട്ടലി ഒരു ഡെലിവറൻസ്, ആകമാനം പിടിച്ചു കുലുക്കുന്ന ഒരു ഡെലിവറൻസ്. സ്തോത്രം. ചിലരുടെ ക്യാരക്ടറിനെ ദൈവത്തിന്റെ എടുത്തു മാറ്റാൻ പോവുകയാണ്. അതെ, ചിലരുടെ സ്വഭാവത്തെ, ഹല്ലേലൂയ, ജനറ്റിക്ക് കിട്ടിയ ചില സ്വഭാവത്തെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭവനത്തിനകത്തേക്ക് അത് മുഖാന്തരം സന്തോഷങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. സ്തോത്രം. അങ്ങനെ കണക്ട് ആയിട്ടിരിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ ഊതേറ്റെടുത്തോ. നിങ്ങൾ അടുത്ത നിമിഷം ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടുന്ന ചില വ്യക്തികൾ സ്തോത്രം ഹല്ലേലൂയ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പോവുക. സ്തോത്രം. നിങ്ങളെ കുറിച്ച് നോ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ചില വ്യക്തികൾ സ്തോത്രം
സ്തോത്രം. ഇസ്രായേൽ ഒരു പ്രവാചകൻ ഉണ്ടെന്നറിയാൻ പോവുകയാണ്. ഈ രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അങ്ങനെയുള്ള ചില ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ. ആഴമേറിയ ദൈവിക സാന്നിധ്യം, പ്രിയപ്പെട്ടവരുടെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ദൈവ സാന്നിധ്യം ചില കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടുന്നതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് നോഹയുടെ വെള്ളങ്ങൾ ഇനി ഒരിക്കലും ഭൂമിയെ മുക്കിക്കളയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു വേദനയും നമ്മളെ പിന്തുടരത്തില്ലെന്ന്. സ്തോത്രം. നാം അനുഭവിച്ച ഒരു കഷ്ടതകളും നമ്മളെ പിന്തുടരത്തില്ല, ഒരു രോഗശക്തികളും നമ്മളെ അടക്കത്തില്ല. ദൈവമക്കളെ, ശക്തിയോടെ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. നടുവിന്റേതൊക്കെ വേദനകൾ അഴിഞ്ഞു മാറുന്ന ദിനരാത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഷോൾഡർ തൊട്ട് ബാക്കിലോട്ട് വെളിപ്പെട്ട് നിൽക്കുന്ന ചില വേദനകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അത് വഴിമാറുന്ന രാത്രിയാ. നിങ്ങൾ സാക്ഷ്യം പറയും. ഞാൻ വിശ്വസിക്കുന്നു അത് അങ്ങനെ സംഭവിക്കും. ഇന്ന് രാത്രികാലം ഒരു ഡെലിവറൻസ് വെളിപ്പെടാൻ പോകുക. അതൊരു ഹീലിംഗ് ഡെലിവറൻസ് ഇതിനകത്ത് ചില വ്യക്തിഘടകത്തേക്ക് വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ അനുഭവം കാണിക്കുന്നു. കരങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ഷോൾഡറും, അല്ലെങ്കിൽ കരങ്ങൾ തട്ടുമ്പോൾ തന്നെ ഷോൾഡറിലും അതേ തന്നെ ആ സെയിം പൊസിഷനിൽ ബാക്കിലോട്ട് ഇറങ്ങി വരുന്ന ചില വേദനകൾ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ചിലരുടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ശരീര മണ്ഡലങ്ങൾ വിട്ടത് ഡിസപ്പിയർ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, ദൈവം അതിനെ സൗഖ്യം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്നെ ദൈവത്തിന്റെ അനുഭവം കാണിക്കുന്നു. ഓവർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റുകൾ യേശുവിന്റെ നാമത്തിൽ, ടെൻഷൻ ഉണ്ടാക്കുന്ന ചില മേഖലകൾ, ഹല്ലേലൂയ, ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ചില കുടുംബങ്ങളെ വിട്ട് അഴിഞ്ഞു മാറുക. സ്തോത്രം. ഹല്ലേലൂയ. കത്തി ജ്വലിക്കേണ്ടുന്നവരാ നാം. പക്ഷെ അതുകൊണ്ടൊന്ന് ഒറ്റൊരു വാക്ക് കേട്ടാ മതി, അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നാൽ മതി. അങ്ങനെയുള്ള ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ രാത്രികാലം അതിനകത്തൊരു ഡെലിവറൻസ് വെളിപ്പെടട്ടെ. തലയുടെ ഒരു ഭാഗത്ത് വേദനയിട്ട് പോരാടുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ, അങ്ങനെയുള്ള ചില വ്യക്തികൾ ഈ രാത്രികാലം സൗഖ്യമാകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ഹീലിംഗ് ഡെലിവറൻസിനകത്ത് വെളിപ്പെടുക. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവമക്കളെ? നാം കേട്ട ദൈവ സാന്നിധ്യം, നാം കേട്ട ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം ചിലരുടെ ലൈഫിനകത്ത് ടോട്ടലി ചേഞ്ച് വരുത്തുന്നെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗശക്തികളുടെ മധ്യേ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്ന് സൗഖ്യദായകൻ നിങ്ങളുടെ ഇടയിലേക്ക് വെളിപ്പെടാൻ പോകുക. ചില നിലവുമായിട്ടുള്ള വിഷയത്തിന്റെ മധ്യേ, അതിന്റെ മണ്ണുമായിട്ട് വാദിച്ചു നിൽക്കുന്ന ചില കുടുംബങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു ചില വഴിത്തർക്കങ്ങൾ. ഹല്ലേലൂയ. ചില വഴിത്തർക്കങ്ങൾ. അതെ, ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്ന അങ്ങനെയാണ്. ചില വഴിത്തർക്കങ്ങൾ, നിങ്ങൾക്ക് അനുകൂലമായ ചില വിധികൾ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. ആ വാക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഒരിക്കലും ഭൂമിയെ മുക്കിക്കളയത്തില്ല. സ്തോത്രം. ആ ദൈവത്തിന്റെ ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ഉറപ്പ് പ്രാപിച്ചവനാണ് ദാവീദ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിനോട് പറഞ്ഞു, എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ വരികയില്ല. നിങ്ങൾക്കറിയാമോ, 10 ഗോത്രങ്ങൾ ദാവീദിന് വിരോധമായിട്ട് പാറിയുന്നപ്പോഴും യഹൂദ എന്ന് പറയുന്ന ഒരു ഒറ്റ സ്തോത്രം ഗോത്രം വെച്ച് ദൈവം ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെങ്കിൽ, ഈ രാത്രികാലം പറയുന്നു ഭൂരിപക്ഷം നമുക്ക് എതിരായിരിക്കാം, പക്ഷെ വാറ്റത്വമുള്ളവന്റെ സ്തോത്രം സന്തതി അതിനകത്ത് തിരിക്കുക തന്നെ ചെയ്യും. അതെ, 12 ഗോത്രങ്ങളിൽ 10 നിനക്കെതിരായിരിക്കാം, ഭൂരിപക്ഷം നിനക്കെതിരായിരിക്കാം. ദൈവത്തിന് പറയുന്നു, ദൈവ ശബ്ദമുള്ളവനെ ഇരുത്തുമെന്ന് പറഞ്ഞാൽ ദൈവം അതിനകത്ത് ഇരുത്തിപ്പിക്കുക തന്നെ ചെയ്യും. ഈ രാത്രികാലം വിശ്വസിച്ചോ? ഭൂരിപക്ഷത്തിൽ ഒരു കണക്കുമില്ല. സ്തോത്രം. ഭൂരിപക്ഷത്തിനകത്ത് ഒരു വിടുതല നടക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ടോ? നീ കേട്ട ദൈവ ശബ്ദമുണ്ടോ? നീ കേട്ടൊരു ഉറപ്പുണ്ടോ? അത് നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ചില ഭൂരിപക്ഷങ്ങളൊക്കെ തകരാൻ പോവാട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ, ചില ഭൂരിപക്ഷത്തിന്റെ കൂട്ടുകെട്ടുകൾ തകരാൻ പോവുക. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവികമാകുന്ന സാന്നിധ്യം, സ്തോത്രം, നിന്റെ വാറ്റത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്താൻ പോവുകയാ. സ്തോത്രം. ഉണർന്ന് പ്രാർത്ഥിച്ചോണം, ഉണർന്ന് ജാഗരിച്ചോണം. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിങ്ങളെ പുലർത്തും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമയം കടന്നു പോയല്ലോ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വചനത്തെ ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണമേ. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഒരിക്കലും ഭൂമിയെ മൂടുകയില്ല. സ്തോത്രം. അത് അങ്ങനെ തന്നെ എല്ലാവരുടെ ലൈഫിൽ വെളിപ്പെടട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം അനുവദിച്ചിരുന്ന കർത്താവിന്റെ ദാസനും ക്ഷമയോടെ കേട്ടിരുന്ന പ്രിയമക്കൾക്കും ശുശ്രൂഷയോട് സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷകൾ വീണ്ടും ലൈവായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിലൊക്കെ സ്തോത്രം അത് അവൈലബിൾ ആണ്. പ്രിയപ്പെട്ടവരത് സ്തോത്രം ഹല്ലേലൂയ വീണ്ടും സ്തോത്രം കാണണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ആ ഹല്ലേലൂയ. അത് സ്തോത്രം മറ്റൊന്നും കൊണ്ടുവല്ല ദൈവമക്കളെ. എങ്ങനെ വേണേലും നമ്മുടെ ദൈവരാജ്യം സ്തോത്രം വിവിധ മേഖലകളിൽ എത്തപ്പെടണം.
അറിയിക്കേണ്ടടുത്ത് അറിയിക്കണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അനേക വിമർശനങ്ങളും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ എല്ലാം നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഈ രാത്രികാലം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളോടും ഞങ്ങളുടെ ശുശ്രൂഷയോടും സ്തോത്രം. ഇത്രത്തോളം ഹല്ലേലൂയ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അനുഗ്രഹമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും ഈ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആരും ആമേൻ പ്രൈസ് ദി ലോർഡ് തെറ്റ് ചെയ്യരുത്. പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞിട്ടേ പിരിയാവൂ. അതിലൊരു വലിയ ആമേൻ സ്തോത്രം അനുഗ്രഹമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന് ചിരിച്ചുകൊണ്ട് ആമേൻ ഇന്ന് രാത്രി ഐശ്വര്യമായി കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസി ശുശ്രൂഷിക്കുകയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതുകൾ ആമേൻ വിശ്വസിച്ച് ഏറ്റെടുത്തവരൊക്കെ ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ നോഹയുടെ വെള്ളങ്ങളെ പോലെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഇതുവരെ പിന്തുടർന്ന ചില വെല്ലുവിളികൾ നമ്മളെ വിട്ട് ഇന്ന് രാത്രി അഴിഞ്ഞിരിക്കുകയാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ മധ്യം മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദിനരാത്രങ്ങളാണ് ഈ ദിനരാത്രങ്ങൾ. പ്രത്യേക ആമേൻ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിലേക്ക് സ്വർഗ്ഗം നമ്മളെ കൊണ്ടുവന്നു. കർത്താവിന്റെ ദാസി അശ്വതി സിസ്റ്ററെ കർത്താവ് ശക്തമായി നമ്മുടെ മധ്യം ഉപയോഗിച്ചു. ആമേൻ കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ കർത്താവിന്റെ അഭിഷിക്തൻ ആമേൻ അനുബി പാസ്റ്ററായി സ്തോത്രം ചെയ്യുന്നു. നിരന്തരമായി ഈ മീറ്റിങ്ങുകളെ നിങ്ങൾ ആമേൻ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഓരോ ദിനവും പ്രൈസ് ദി ലോർഡ് നിങ്ങൾ സംബന്ധിക്കുകയും അതുപോലെ തന്നെ പുതിയ ആമേൻ സ്തോത്രം ആളുകളിലേക്ക് ലിങ്കുകൾ എത്തിക്കാൻ ആമേൻ പരമാവധി ശ്രമിക്കുക. നാളെ രാത്രിയും അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസനാണ് നമ്മുടെ മധ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ കൃത്യസമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആമേൻ സ്തോത്രം ആമേൻ കർത്താവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം സ്വാഗതം ചെയ്യുന്നു. അനുബി പാസ്റ്റർ ഒന്ന് ലൈനിലുണ്ടോ? ഒന്ന് കടന്നു വരാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാളത്തെ ഒന്ന് പ്രൈസ് ദി ലോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് നല്ലതായിരുന്നു കർത്താവിന്റെ ദാസനെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാളെ രാത്രി നമ്മുടെ മധ്യയിൽ ടോണി ഫ്രാൻസിസ് കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. ഒത്തിരി പേരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനമുണ്ടായി. അതോടൊപ്പം തന്നെ രോഗസൗഖ്യം ഉണ്ടായി. ഈ പ്ലാറ്റ്ഫോമിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമൊക്കെ പറഞ്ഞാണ് കർത്താവിന്റെ ദാസൻ ടോണി ഫ്രാൻസിസ് ആണ് നാളെ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ കടന്നു വരിക. എല്ലാ സഹകരണത്തിനും പ്രാർത്ഥനകൾക്കുമായി കർത്താവിൽ വന്ദനം അറിയിക്കും. നമ്മുടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ശ്രവിക്കുന്നവർക്കും കർത്താവിൽ വന്ദനം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ചെയ്താൽ വളരെ അനുഗ്രഹമായി തീരും. ഇതിലൂടെയുള്ള എല്ലാ വീഡിയോസുകളും അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അനി ബേബി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ആ കാര്യം കൂടെ ഒന്ന് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രികാലം കൈമാറ്റം ചെയ്യും. പക്ഷേ സൗണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണല്ലോ നാളെ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്. വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ കൃത്യം 8 മണിക്ക് നമ്മുടെ ആരാധന തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ജോയിൻ ചെയ്താട്ടെ. ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന പ്രവാചക ശബ്ദം ആമേ കർത്താവ് അയൽപ്പിച്ചിരിക്കുന്ന ഡെലിവറൻസ് മിനിസ്ട്രി ഒക്കെ കൈകാര്യം ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ നിങ്ങൾ ആമേ സ്തോത്രം കൂടെയുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തിയാട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ആമേൻ ഇന്നത്തെ രാത്രിയിലെ ശുശ്രൂഷകളെ പര്യവസാനിപ്പിക്കാൻ നമ്മുടെ മധ്യേ വാസു കർത്താവിന്റെ ദാസനുണ്ട്. പ്രാർത്ഥിച്ച് ആമേ ആശീർവാദത്തോടെ നമുക്ക് പിരിയാവും. ദാസനൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നലെ സമയത്തിനായി പിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവെ ഞങ്ങളുടെ ദാസൻ മഹാന കർത്താവെ ഞങ്ങൾക്ക് കേൾപ്പിക്കുക ഞങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, നോഹയുടെ വെള്ളം ഇനി ഞങ്ങൾക്ക് കളയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പർവ്വതത്തിൽ കർത്താവെ ഉറപ്പിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഉറപ്പിക്കുമാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഈ സൂം പ്ലാറ്റ്ഫോമിലെ കർത്താവെ, ഹല്ലേലൂയ ലീഡ് ചെയ്യുന്ന കർത്താവെ, ഭാഷണങ്ങൾ പ്രാർത്ഥിക്കുന്നത് മിനിസ്ട്രികൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. ജോർജ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. സടമണ്ണ് കർത്താവെ ശക്തമായി ഉപയോഗിക്കുമാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ കർത്താവെ, ഈ പ്ലാറ്റ്ഫോം പല കർത്താവെ പലവിധ ആവശ്യങ്ങളാണ് കർത്താവെ. ദുഃഖത്താലും കർത്താവെ, വേദനകളാലും കർത്താവെ, കടഭാരത്താലും എല്ലാം വന്നാൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിനോടുള്ള ഭാരപ്പെടുന്നതിന് സൗഖ്യമാക്കുമാണ് പ്രാർത്ഥിക്കുന്നു.
ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വചനമുണ്ടല്ലോ. അപ്പ ഹല്ലേലൂയ. അതുപോലെ കർത്താവെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കുന്ന അവരെ സൗഖ്യമാക്കണേ കർത്താവെ. ഭൗതികമായ കർത്താവെ ഭാരപ്പെടുന്നവർക്ക് പുതിയ വഴികളും വാതിലും സഹായിക്കുന്നതിനെ സഹായിച്ചു. സ്തോത്രം. ഈ ദിവസം നടന്ന ഉപവാസ പ്രാർത്ഥനകൾ കർത്താവെ വളരെ ശക്തമായി കർത്താവെ അങ്ങനെ ദാസന്മാരെ ഉപയോഗിക്കുവാനും പ്രാർത്ഥിക്കും. ജനത്തോട് അങ്ങനെ ശബ്ദം അങ്ങനെ ജനത്തോട് അവരുടെ ശബ്ദം കേൾപ്പിക്കുവാനും പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ദൈവദാസന്മാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അവിടുത്തെ കൃപയ്ക്കുള്ള ശത്രു കാണാതെ നിങ്ങളെ കാത്തുകൊള്ളുന്നതിൽ വായിച്ചോളമാനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോട് പ്രാർത്ഥിച്ച സകല വിഷയത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും ആട്ടെ. ആമേൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ഒത്തിരി നന്ദി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി അശ്വിനി സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആനന്ദത്തോടെ ചിരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ നമുക്ക് മീറ്റ് ചെയ്യാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.